بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും റബ്ബിൻ്റെ പവിത്രമായ മസ്ജിദിൽ ഒരുമിച്ചിരിക്കുന്നവരാണ് നമ്മളൊക്കെ. നമ്മളിൽ നിന്ന് അല്ലാഹു തആല ഇത് സ്വീകരിക്കുകയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ കഴിയാനുള്ള തൗഫീഖും നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിലും നമുക്ക് സംഭവിക്കുന്ന ന്യൂനതകൾക്കൊക്കെ പരിഹാരം പ്രാർത്ഥനയാണ്.
പ്രാർത്ഥനകളുടെ അർത്ഥം മനസ്സിലാക്കി നിരന്തരമായി അള്ളാഹുവോട് ചോദിക്കേണ്ടതും ഭയാനകമായ അവസ്ഥകളിൽ നിന്ന് റബ്ബിനോട് രക്ഷ തേടേണ്ടതുമായ ഒട്ടനവധി പ്രാർത്ഥനകളാണ്, രക്ഷാതേട്ടങ്ങളാണ് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിലും പതറിപ്പോകുമ്പോൾ നമുക്ക് ആയുധമാകേണ്ടത് പ്രാർത്ഥനയാണ്. പക്ഷെ നമ്മളിൽ അത് സംഭവിക്കുന്നില്ല. ജീവിതം നല്ല രീതിയിലൊക്കെ മുന്നോട്ട് പോകണമെന്ന് ചിന്തിക്കുമ്പോഴും എവിടെയോ നാം അറിയാതെ വഴിമാറിപ്പോകുന്ന ഘട്ടങ്ങളിലും നാഥ, നേരിൻ്റെ പാതയിൽ നീ എന്നെ കൊണ്ടുപോകണേയെന്നും ഇന്ന ഉപദ്രവങ്ങളിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണേയെന്നും റബ്ബിനോട് രക്ഷ തേടേണ്ടതാണ്. പക്ഷേ നമ്മൾക്ക് അവിടെയും കഴിയുന്നില്ല. ഈ തരത്തിൽ നമ്മുടെ ഈമാനിനെ തന്നെ ബാധിക്കുന്ന, നമ്മുടെ വിശ്വാസത്തിൽ തന്നെ തകരാറുകൾ സംഭവിക്കുന്ന 4 ഘട്ടങ്ങളെക്കുറിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ദിനേന റബ്ബിനോട് രക്ഷ തേടാറുണ്ടായിരുന്നു. ആ ഒരു പ്രാർത്ഥനയാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നിങ്ങളെ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. കേട്ട് കഴിഞ്ഞു പോകേണ്ടതല്ല, മറിച്ച് പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതെപ്പോഴും പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത, സ്വർഗീയ ലോകത്ത് ആദ്യമായി കാലെടുത്ത് വെക്കുന്ന നമ്മുടെ നേതാവ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മുടക്കാതെ ഇത് പ്രാർത്ഥിച്ചുവെങ്കിൽ നമ്മുടെ തെറ്റുകളെക്കുറിച്ച് നാം മനസ്സിരുത്തി അറിയണം, നമ്മുടെ പോരായ്മകളെക്കുറിച്ച് മനസ്സിലാക്കണം. നന്നാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അതല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കേണ്ടവരാണ് ഈ പ്രാർത്ഥന ദിനേന നമ്മുടെ ജീവിതത്തിലും പതിവാക്കേണ്ടതുണ്ട്. അവിടുന്ന് റബ്ബിനോട് രക്ഷ തേടുകയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ വഖൽബിൻ ലാ യഖ്ശഅ വനഫ്സിൻ ലാ തശ്ബഅ വദഅവത്തിൻ ലാ യുസ്തജാബ്. മറ്റൊരു റിപ്പോർട്ടിൽ മറ്റൊരു രീതിയിലാണ് പ്രാർത്ഥന. ഇവിടെ രക്ഷാതേട്ടമാണെങ്കിൽ മറ്റൊരു പ്രാർത്ഥനയിൽ കാണാം, അവിടുന്ന് പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വരിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. ഈ പ്രാർത്ഥനകളെക്കുറിച്ചാണ് അല്പം ചില കാര്യങ്ങൾ നാം അറിയേണ്ടത്, പഠിക്കേണ്ടത്. ആദ്യം നിങ്ങളെ കേൾപ്പിച്ചത് അവിടുന്ന് രക്ഷ തേടുകയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അഊദു ബിക, തീർച്ചയായും ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ്, മിൻ ഇൽമിൻ ലാ യൻഫഅ, എനിക്കൊരു ഉപകാരവും ചെയ്യാത്ത അറിവിനെ തൊട്ട്, എനിക്കുപകരിക്കാത്ത, എൻ്റെ ജീവിതത്തിൽ ഫലം ചെയ്യാത്ത അറിവിനെ തൊട്ട് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വഖൽബിൻ ലാ യഖ്ശഅ, ഭക്തിയില്ലാത്ത, പേടിയില്ലാത്ത മനസ്സുണ്ടെനിക്ക്, ആ മനസ്സിനെ തൊട്ടും ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ്. വനഫ്സിൻ ലാ തശ്ബഅ, വിശപ്പ് തീരാത്ത, കൊതി തീരാത്ത, ആർത്തി തീരാത്ത മനസ്സിനെ തൊട്ടും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വദഅവത്തിൻ ലാ യുസ്തജാബ്, പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്ത ഒരവസ്ഥ, അതുകൊണ്ട് ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. നാം പേടിക്കേണ്ട, ഭയപ്പെടേണ്ട ഭയാനകമായ 4 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് തേടുകയാണ്, രക്ഷ തേടുകയാണ്. ഒന്നാമത് അവിടുന്ന് ചെയ്യുന്നത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ,
ജീവിതത്തിൽ ഉപകാരം ലഭിക്കാത്ത അറിവിനെ തൊട്ട് ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ് നാഥ. നോക്കൂ സഹോദരികളെ, നോക്കൂ സഹോദരന്മാരെ, എത്രയാണതിൻ്റെ ആശയം തെളിഞ്ഞു കിടക്കുകയാണ്. ജീവിതത്തിൽ എത്രയോ അറിവുകൾ കേൾക്കുന്നവരാ നമ്മളൊക്കെ, എത്രയോ ക്ലാസ്സുകൾ കേൾക്കുകയാണ്. മുസ്ലിം സമുദായത്തിൽ ക്ലാസ്സുകൾക്കോ പ്രഭാഷണങ്ങൾക്കോ വഅദുകൾക്കോ ഒരു കുറവുമില്ല. കേരളത്തിൻ്റെ മംഗലാപുരം കഴിഞ്ഞ് കേരളത്തിലേക്ക് കയറി വരുമ്പോൾ കേരളത്തിൻ്റെ അറ്റം മുതൽ, അതല്ല കർണാടകയിൽ പോലും, നമ്മുടെ മലയാളികളുടെ വഅദുകളില്ലാത്ത ദിവസങ്ങൾ കുറവായിരിക്കും. അവിടം മുതൽ അങ്ങ് തിരുവനന്തപുരം വരെ, ഇപ്പുറം പാലക്കാട് വരെ, ഏത് ഭാഗത്ത പ്രഭാഷണങ്ങളും വഅദുകളും ഖുർആൻ ഹദീസ് സദസ്സുകളുമില്ലാത്തത്? മറ്റുള്ള മതസ്ഥരെക്കാൾ എത്രയോ കൂടുതലാണ് നാം അറിയേണ്ട, നാം പഠിക്കേണ്ട ഇസ്ലാമികപരമായ കാര്യങ്ങളെക്കുറിച്ച്. അതിൽ വിശ്വാസങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, കർമ്മങ്ങളുണ്ട്. ഒക്കെ നമ്മൾ വഅദുകളിലൂടെയും ക്യാമ്പുകളിലൂടെയും ലേഖനങ്ങളിലൂടെയും ഒക്കെ വായിക്കുന്നു, കേൾക്കുന്നു, പഠിക്കുന്നു. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ കേൾക്കുന്നതിനനുസരിച്ച് എത്ര മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് പേടിക്കേണ്ട ഒരു കാര്യമാണ്. കുറേ കേൾക്കുന്നു, കുറേ പഠിക്കുന്നു, കുറേ വായിക്കുന്നു, എനിക്കൊക്കെ അറിയാം. ഒരെതിരാളി ഇസ്ലാമിനെക്കുറിച്ച് എന്നോട് എതിർക്കാൻ വന്നാൽ അവനെ മുട്ടുകുത്തിക്കാൻ അതിനുള്ള ശേഷി എനിക്കുണ്ട്, അതിനുള്ള അറിവെനിക്കുണ്ട്. മുസ്ലിമീങ്ങൾ തന്നെ ഖുറാഫത്തുകൾ ചെയ്യുന്നവർ, ഷിർക്കുകൾ ചെയ്യുന്നവർ, ബിദ്അത്തുകൾ ചെയ്യുന്നവർ, ഇവരൊക്കെ ഇസ്ലാമിനെക്കുറിച്ച് കൃത്യമായി സംവദിക്കാൻ വന്നാൽ, അള്ളാഹുവിൻ്റെ തൗഹീദിനെക്കുറിച്ചും സുന്നത്തിനെക്കുറിച്ചും ഇങ്ങോട്ട് ചോദിക്കാൻ വന്നാൽ, ആ മനുഷ്യനെ ഇരുത്തിക്കാൻ, അവൻ്റെ വായടപ്പിക്കാൻ അറിവ് നമ്മുടെ കയ്യിലുണ്ട്. ആയത്തുകൾ, ഹദീസുകൾ മിമ്പറിൽ നിന്ന് ഇമാം ഓതുന്നതിന് മുമ്പ് തന്നെ ഇമാം ഇന്നത്തെ ഖുത്ബയുടെ വിഷയം എന്താണ് എന്ന് സദസ്സിലിരിക്കുന്ന ആളുകൾക്ക് അറിയുമായിരിക്കും, അല്ലേ? ആമുഖത്തിൻ്റെ ഒരായത്ത് കിട്ടിയാൽ ഇന്നത്തെ പ്രഭാഷണം എന്താ, ഇന്നത്തെ വഅദെന്താ നമ്മൾക്കറിയാം. പക്ഷെ ജീവിതത്തിൽ എന്ത് പ്രയോജനമുണ്ടായി പ്രിയപ്പെട്ടവരെ? ജീവിതത്തിൽ ഈ അറിവുകളൊക്കെ നാം കേൾക്കുമ്പോൾ, ഈ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ, ഞാൻ പഠിക്കുന്നതിന് മുമ്പും ഈ അറിവുകളൊക്കെ എനിക്ക് ലഭിച്ചതിൻ്റെ ശേഷവും എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവുമില്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ച ഒരു കാര്യം നമ്മളിൽ സംഭവിച്ചു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഉപകാരം കിട്ടാത്ത അറിവ്, അതിനെക്കൊണ്ടൊരു പ്രയോജനവും ഇല്ല. അല്ലാഹ് ചോദിക്കും, നീ എന്ത് അമല് ചെയ്തു? മാദാ അമിൽത, നീ എന്താ മനുഷ്യ അമല് ചെയ്തത്? നീ അറിഞ്ഞ കാര്യങ്ങളിൽ നീ കുറേ പഠിച്ചു, കുറേ സർട്ടിഫിക്കറ്റുകളുണ്ട്, ഒരുപാട് നീ പഠിച്ചു, ആളുകൾക്ക് മുമ്പിൽ നീ വലിയവനാണ്. പക്ഷെ നിന്റെ ജീവിതത്തിൽ പഠിച്ച അറിവുമായിട്ട് എന്ത് അമലുണ്ട് എന്ന് അല്ലാഹ് നമ്മളോടൊക്കെ ചോദിക്കുമ്പോൾ, സഹോദരന്മാരെ, സഹോദരികളെ, റബ്ബിനോട് പറയാൻ എന്തുണ്ട് മറുപടി എന്ന് നമ്മളല്ലേ ആലോചിക്കേണ്ടത്, അല്ലേ? എത്രയോ ആളുകളുണ്ട്, പക്ഷെ ആ അറിവുകളൊക്കെ കേൾക്കുമ്പോഴും ദുനിയാവിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ, നമ്മുടെ കച്ചവടത്തിലേക്ക് എത്തിപ്പോകുമ്പോൾ നാം പഠിക്കുന്നത് മുഴുവനും മറന്നു പോവുകയാണ്. അള്ളാഹു പറയുന്നു, മനുഷ്യരെ, വലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. നിങ്ങൾ ചതിക്കപ്പെടും, നിങ്ങൾ പറ്റിക്കപ്പെടും, നിങ്ങൾ വഞ്ചിക്കപ്പെടും. നിങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിച്ച് ഒക്കെ ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ എവിടെയാ നിങ്ങൾക്ക് അബദ്ധങ്ങൾ പറ്റുന്നത്? വലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ. ദുനിയാവിലെ ജീവിതം നിങ്ങളെ പറ്റിക്കാതിരിക്കട്ടെ. സംസാരിച്ച ദുനിയാവാ, ദുനിയാവിലെ സൗകര്യങ്ങളാ, ഇവിടെ താമസിക്കേണ്ടത്, ഇവിടെ കഴിയേണ്ടത്, ഇവിടെ തിന്നേണ്ടത്, ഇവിടെ കുടിക്കേണ്ടത്, ഇവിടെ ധരിക്കേണ്ടത്, ഇതിനു വേണ്ടിയാ സംസാരങ്ങൾ മുഴുവനും. നാലാളുകൾ ഒരുമിച്ച് കൂടിയാൽ എൻ്റെ റബ്ബിനെ കുറിച്ച് പറയാൻ അവർക്ക് നേരമില്ല. 24 മണിക്കൂർ ഉറങ്ങാതെ അവർ സംസാരിച്ചിരുന്നാലും അള്ളാഹിനെക്കുറിച്ച് പറയുന്നതിനേക്കാൾ ദുനിയാവിനെക്കുറിച്ച് പറയാനാ ആളുകൾക്ക് താല്പര്യം. അതിൻ്റെ പിന്നാലെ ഓട്ടത്തിലാ, അതിൻ്റെ പിന്നാലെ മത്സരത്തിലാ. അതിനുവേണ്ടി ആരെയും കൊല്ലാൻ തയ്യാറാ, അതിനുവേണ്ടി ആരെയും ചതിക്കാൻ തയ്യാറാ, അതിനുവേണ്ടി ഏത് മനുഷ്യൻ്റെയും കാലുവാരാൻ നമ്മൾ തയ്യാറാ, അല്ലേ? എനിക്കിവിടെ പണം കിട്ടണം,
എനിക്കിവിടെ സുഖിച്ച് ജീവിക്കണം. മറിച്ചോ, ഞാൻ പഠിച്ച കുറേ കാര്യങ്ങളുണ്ട്, എൻ്റെ കച്ചവടത്തിൽ ഇന്നത് പാടില്ല എനിക്കറിയാം, പക്ഷേ ദുനിയാവിൻ്റെ ജീവിതം വിചാരിക്കുമ്പോൾ ഞാൻ ആ ഹറാമ് വീണ്ടും ചെയ്യുന്നു. എനിക്കങ്ങോട്ട് നോക്കാൻ പാടില്ല, എനിക്കത് അറിയാം, പക്ഷേ ദുനിയാവിൽ ജീവിക്കാൻ എനിക്ക് സുഖം ലഭിക്കണമെങ്കിൽ അവിടെ നോക്കിയേ പറ്റൂ, ഇത് കേട്ടേ പറ്റൂ, ഇത് മനസ്സിലാക്കിയേ പറ്റൂ, അങ്ങോട്ട് അതിനെക്കുറിച്ച് സംസാരിച്ചേ പറ്റൂ. പലതും ഹറാമാണെന്നറിയാം, നമ്മൾ ചെയ്യുന്നു. പല ഹലാലായ കാര്യങ്ങളുണ്ട്, ചെയ്യുന്നില്ല. നിർബന്ധമായതുണ്ട്, നമ്മൾ ചെയ്യുന്നില്ല. എന്താ? ദുനിയാവിലെ ജീവിതമാണ് നമ്മൾക്ക് പ്രാധാന്യം. രണ്ടാമത് പറയുന്നു, വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. ചതിക്കുന്നവനുണ്ട്, പറ്റിക്കുന്നവനുണ്ട്. ആ ചങ്ങാതിയും നിങ്ങളെ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ, നിങ്ങളെ പറ്റിക്കാതിരിക്കട്ടെ. അഥവാ ശൈത്താൻ നിങ്ങളെ പറ്റിക്കാതിരിക്കട്ടെ. ശൈത്താനാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. നമ്മുടെ മുന്നിലൂടെയും പിന്നിലൂടെയും എല്ലാ ഭാഗങ്ങളിലൂടെയും നമ്മുടെ പിശാചി കാത്തിരിക്കുകയാണ് നമ്മളെ പിഴപ്പിക്കാനും അള്ളാഹുവിൻ്റെ നരകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാനും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹലാലും ഹറാമും വ്യക്തമാക്കി നമ്മളെ പഠിപ്പിച്ചു. ശൈത്താനിനെ കുറിച്ച് പഠിപ്പിച്ചു. നിങ്ങളെ പറ്റിക്കും, നിങ്ങളെ ചതിക്കും, നിങ്ങളെ കൊണ്ടുപോകും. പക്ഷേ പലപ്പോഴും അള്ളാഹുവിനോട് താല്പര്യം കാണിക്കുന്നതിനേക്കാൾ പിശാചിൻ്റെ ആളുകളായിട്ട് മാറാനാണ് നമ്മൾ താല്പര്യം കാണിക്കുന്നത്, അല്ലേ? എത്ര ഉദാഹരണങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് രണ്ടും പാടില്ല. നമ്മൾക്ക് ഓർമ്മ വേണം, ബൽ തുഅ്തിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. മനുഷ്യരെ, നിങ്ങൾക്കറിയുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ വീണ്ടും തെറ്റിപ്പോകുന്നത്. എല്ലാം സത്യമാണെന്നറിയാം, റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടവനാണെന്നറിയാം, എന്നിട്ടും നിങ്ങൾ തെറ്റിപ്പോകുന്നത് ദുനിയാവിന് വേണ്ടിയിട്ടല്ലേ? അതുകൊണ്ട് ഒന്നുകൂടി ഓർമ്മിച്ചോ, ബൽ, പക്ഷേ തുഅ്തിറൂനൽ ഹയാത്തദ് ദുനിയ, ദുനിയാവിലെ ജീവിതത്തിനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്. എത്ര സത്യമാണിത് സഹോദരങ്ങളെ. നമ്മൾ മനസ്സിരുത്തി ഒന്ന് ആലോചിച്ച് നോക്കുക. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ജീവിതം കൊണ്ട്, നമ്മൾ ആരെക്കുറിച്ചുമല്ല, എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ താല്പര്യം കാണിക്കുന്നത് ദുനിയാവിലെ സൗകര്യങ്ങളല്ലേ, ഇവിടുത്തെ സുഖങ്ങളല്ലേ? അതല്ലേ എൻ്റെ തർക്ക വിഷയം, അതല്ലേ എൻ്റെ സംസാര വിഷയം? അതിനുവേണ്ടിയല്ലേ ഞാൻ എൻ്റെ സമയം ചെലവഴിക്കുന്നത്? ഒക്കെ ദുനിയാവിന് വേണ്ടിയാ. പക്ഷെ അള്ളാഹ് പറയുന്നു, വൽ ആഖിറത്തു, പരലോകം, ഖൈറുൻ, നിങ്ങൾക്കത് ഉത്തമമാണ്, വഅബ്ഖാ, എന്നെന്നും അവശേഷിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ ആഖിറമാണ്, പരലോകമാണ് ഏറ്റവും ഉത്തമം. എന്തേ അതിനെക്കുറിച്ച് സംസാരിക്കാത്തത്? എന്തേ അതെന്നെന്നും ബാക്കിയാണെന്ന് മനസ്സിലാക്കുമ്പോഴും ഒരിക്കലും നശിക്കാത്ത പരലോകത്ത്, അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഞാൻ എത്തിയാൽ ഒരു കാലത്തും ഞാൻ ആ സ്വർഗീയ ലോകത്ത് നിന്ന് പുറത്തേക്ക് വരേണ്ടി വരില്ല. ആ സ്വർഗം കിട്ടാൻ എന്താ സഹോദരന്മാരെ, സഹോദരികൾ, നമ്മൾക്ക് പണിയെടുക്കാൻ കഴിയാത്തത്? ഇതാ നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോഴാണ് നമ്മൾക്ക് നന്നാകാൻ കഴിയുക. ഞാൻ പഠിച്ച കുറേ കാര്യങ്ങൾ, ഈ അമലുകളൊക്കെ ഞാൻ ചെയ്താൽ എനിക്ക് അള്ളാഹുവിൻ്റെ പരലോകത്ത് എനിക്ക് സ്വർഗം ലഭിക്കും. സ്വഹാബത്ത് അതിനുവേണ്ടിയല്ലേ മത്സരിച്ചത്? അവർ എത്ര കാര്യങ്ങൾ പഠിച്ചു. പഠിക്കുന്നതൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും നടപ്പാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. സ്വർഗം ലഭിക്കണം. സ്വർഗത്തിന് വേണ്ടി ഒരു സമയം പോലും നശിപ്പിക്കാൻ അവർ, ആ സ്വർഗം നഷ്ടപ്പെടുത്താൻ വേണ്ടി ഒരു മിനിറ്റ് പോലും നഷ്ടപ്പെടുത്താൻ അവർ തയ്യാറല്ല. സ്വഹാബത്ത് അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നിങ്ങൾ കേട്ടതാണ്, പഠിച്ചതാണ്, അല്ലേ? ഏത് സമയത്തും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിൽ സ്വതക്കയുടെ വിഷയത്തിൽ വിജയിക്കാൻ കഴിയാത്ത ഉമർ റളിയല്ലാഹു അൻഹു ഈ ഒരു സമയത്ത്, അഥവാ അള്ളാഹുവിൻ്റെ റസൂല് ആളുകളോടൊക്കെ മുതൽ കൊണ്ടുവരാൻ, സമ്പത്ത് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ മനസ്സിൽ ധരിച്ചു, ഇത്തവണയെങ്കിലും എനിക്ക് ഈ നന്മയിലൊന്ന് മുന്നേറണം, അബൂബക്കറിനെ പരാജയപ്പെടുത്തണം. എല്ലാവരും മുതൽ കൊണ്ടുവന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ ചോദിച്ചു, ഉമർ, നിങ്ങൾ എന്ത് കൊണ്ടുവന്നു? അവിടുന്ന് പറയുന്നു, റസൂലേ, ഞാൻ എൻ്റെ വീട്ടിൽ എല്ലാം, എൻ്റെ വീട്ടിലുള്ള പകുതിയും ഞാനിവിടെ കൊണ്ടുവന്നു. എൻ്റെ വീട്ടിൽ ഇതുപോലത്തതേ ഇനി ബാക്കിയുള്ളൂ, അഥവാ പകുതിയോളം ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിൽ ധരിച്ചു, അൽഹംദുലില്ലാ, എൻ്റെ സ്വത്തിൻ്റെ മുതലിൻ്റെ പകുതിയെങ്കിലും ഞാൻ കൊടുത്തില്ലേ, ഇത്തവണ അബൂബക്കർ റളിയല്ലാഹു അൻഹു എനിക്ക് പരാജയപ്പെടുത്തണം, സ്വർഗത്തിന് വേണ്ടി എനിക്ക് മുന്നിടണം. അബൂബക്കർ റളിയല്ലാഹു അൻഹു വരുന്നു. അബൂബക്കർ കൊണ്ടുകൊടുത്തു മുതൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ അബൂബക്കർ, മാ ബഖീത ലി ഹലിക്, നിന്റെ വീട്ടിൽ നീ എന്താ ബാക്കിയാക്കിയത്? അവിടുന്ന് പറയുന്നു,
അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയുന്നു, അബ്ഖൈതുഹുമുല്ലാഹ് വറസൂൽ, എൻ്റെ വീട്ടിൽ ഞാൻ ബാക്കി വെച്ചത് അള്ളാഹിനെയും അവൻ്റെ റസൂലിനെയും മാത്രം. അഥവാ എൻ്റെ മുഴുവൻ മുതലും റസൂലെ ഞാൻ അള്ളാഹിൻ്റെ മാർഗത്തിൽ തന്നിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പരാജയപ്പെട്ടു പോവുകയാണ്. ഇത്തവണയും ഞാൻ നഷ്ടപ്പെട്ടല്ലോ, എനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ, അബൂബക്കറിനോട് വിജയിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അവരെ സങ്കടമാണത്. പഠിച്ചത് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ നടപ്പാക്കാൻ അവർ കാണിച്ച താല്പര്യമാണത്. ജീവിതത്തിൽ അവർക്കത് ഉപകാരം ലഭിച്ചു. സ്വർഗത്തിന് വേണ്ടി മത്സരിച്ചു. ഏത് നന്മയിലും അവർ മത്സരിച്ചു എന്ന് മാത്രമല്ല, അവർ പഠിച്ചു അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് സ്വർഗം ലഭിക്കുന്ന കാര്യങ്ങൾ, നരകത്തിലേക്ക് എത്തപ്പെടുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, എൻ്റെ ജീവിതത്തിൽ ഞാൻ പല ഹലാലുകളും ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? ഞാൻ ഹറാമിലേക്ക് എത്തിപ്പെടുമോ എന്ന് പേടിച്ചുകൊണ്ട് ചില ഹലാലുകളൊന്നും ഞാൻ ചെയ്യാറില്ല. അനുവദിച്ചത് പോലും ഉമർ റളിയല്ലാഹു അൻഹു ചിലപ്പോൾ ചെയ്യുന്നില്ല, പേടിയാണ്. അത് ചെയ്യുമ്പോൾ ഞാൻ ഹറാമിലേക്ക് വീണുപോകുമോ എന്ന് പേടിയാണ്. അത്ര സൂക്ഷ്മത കാണിക്കുകയാണ് അവർ, അല്ലേ? അതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സദസ്സിൽ നിന്ന് ദീന് കേട്ട് പഠിച്ച സഹാബത്തിൻ്റെ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ. സഹാബാ കിറാം റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നക്കും തഅമലൂന അഅമാലൻ ഹിയ അദഖു ഫീ അഅയുനികും മിന അശ്ശഅരി കുന്നാ നഅദ്ദുഹാ അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മൂബിഖാത്ത്. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നക്കും തഅമലൂന അഅമാലൻ, നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ചില അമലുകൾ ചെയ്യുന്നു. ഹിയ അദഖു ഫീ അഅയുനികും മിന അശ്ശഅർ, ഒരു മുടിനാരോളം മാത്രമേ നിങ്ങൾക്കതിന് വിലയുള്ളൂ. നിങ്ങൾ ചില തെറ്റുകൾ ചെയ്യുമ്പോൾ ആ തെറ്റിൻ്റെ വില നിങ്ങൾ കാണുന്നത് ഇതൊക്കെ ചെറുതല്ലേ, ഇതൊക്കെ നിസ്സാരല്ലേ, ഒരു മുടിയുടെ കഷ്ണത്തിൻ്റെ അത്ര, ഒരു മുടിനാരോളം വലുപ്പത്തിലാണ് ആ തെറ്റിനെ നിങ്ങൾ കാണുന്നത്. പക്ഷേ കുന്നാ നഅദ്ദുഹാ അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മൂബിഖാത്ത്, നിങ്ങളെ കാണുന്ന ആ തെറ്റുകളെ ഞങ്ങൾ റസൂലുള്ളാഹിയുടെ കാലത്ത് വലിയ വൻപാപങ്ങളിലായിട്ടായിരുന്നു ഞങ്ങൾ കാണാറുള്ളത്. അത്ര പേടിയുണ്ട് ഞങ്ങൾക്ക്. ഇതാ രണ്ടിൻ്റെയും രണ്ട് സമൂഹത്തിൻ്റെയും ജീവിതത്തിൻ്റെ വ്യത്യാസം. റസൂലുള്ളാഹിയുടെ കൂടെ ജീവിച്ച സഹാബത്ത് അവർ ദീന് പഠിച്ച് മനസ്സിലാക്കിയപ്പോൾ അവർക്ക് ആ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടായി. പക്ഷെ നമ്മളോ, ജീവിതത്തിൽ പലതും നമ്മൾ കേട്ടു, പലതും നമ്മൾ പഠിച്ചു, പല കാര്യങ്ങളെക്കുറിച്ചും അറിഞ്ഞു, എല്ലാം അറിയാം, ഇൽമുണ്ട്. പക്ഷേ സഹോദരങ്ങളെ, ആ ഇൽമു കൊണ്ട് ജീവിതത്തിൽ ഒരു ഉപകാരവും നമ്മൾക്ക് ലഭിക്കുന്നില്ല. കനത്ത നഷ്ടമാണത്, ഭയാനകമായ അവസ്ഥയാണത്. അതുകൊണ്ട് തന്നെയാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനോട് പ്രാർത്ഥിക്കുന്നതും, നാദ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ, അല്ലാഹുവേ എനിക്ക് ഉപകാരം ലഭിക്കാത്ത അറിവിനെ തൊട്ട് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നതും. സഹോദരങ്ങളെ, പറഞ്ഞു വന്നത്, കുറേ അറിയുന്ന നമ്മളൊക്കെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്നലെ ചെയ്യാത്ത ഒരു നന്മ ഇന്ന് നമ്മൾ തുടങ്ങണം. ഇന്നലെ ചെയ്ത ഒരു തിന്മ ഇന്ന് മുതൽ അവസാനിപ്പിക്കണം, അല്ലേ? ആ നിലക്ക് കൂടുതൽ നന്മയുമായിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ നമ്മുടെ സമയങ്ങൾ നന്മയുമായിട്ട് മുന്നേറാൻ തന്നെ നമ്മൾക്ക് ഒരുപാടുണ്ടാകും. ആ സമയത്ത് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയും. അള്ളാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത് അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു, വഖൽബിൻ ലാ യഖ്ശ, വഖൽബിൻ ലാ യഖ്ശ, ഭക്തിയില്ലാത്ത മനസ്സ്, ഖുശൂ ഇല്ലാത്ത ഖൽബ്. എത്ര ആളുകൾക്ക് ഈ അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു ഭക്തി കിട്ടുന്നില്ല. നമ്മുടെ ജീവിതം കൊണ്ട് അതിന് സാക്ഷിയാണ്. നമ്മുടെ ഓഫീസിൽ, നമ്മുടെ മുദീറിൻ്റെ മുമ്പിൽ, നമ്മുടെ മാനേജറുടെ മുമ്പിൽ, ആ ഓഫീസിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിനൊരു മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ സാധാ സ്ഥലത്തിരിക്കുന്നതും ഒരു പ്രത്യേകമായ രീതിയിൽ നമ്മൾ ആ ഓഫീസിലേക്ക് എത്തി അവരോട് സംസാരിക്കുമ്പോഴും, അതെല്ലാം നാം ബഹുമാനിക്കേണ്ട, ആദരിക്കേണ്ട ഒരാളുടെ മുമ്പിൽ നാം എത്തിപ്പെടുമ്പോൾ നാം കാണിക്കുന്ന ഒരു വിനയം, വിധേയത്വം, അതല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ ഒന്ന് പിടിച്ചു നിർത്തൽ മറ്റുള്ള ചിന്തകളിൽ നിന്ന്. പക്ഷേ സർവാധിനാഥനായ റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മൾക്കതിന് കഴിയുന്നില്ല? ഒരു നന്മ ചെയ്യുമ്പോഴും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇത് ഞാൻ പറയണം, അള്ളാഹു ഇതിനെക്കുറിച്ച് എന്നോട് ചോദിക്കും, എൻ്റെ ജീവിതത്തെക്കുറിച്ച് എന്നോട് റബ്ബ് ചോദിക്കും എന്ന ബോധം പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്തുകൊണ്ടില്ല?
എനിക്കെന്തേ അങ്ങനെ കഴിയാത്തത്? നമ്മൾ ഓരോരുത്തരുമാണ് മനസ്സിലാക്കേണ്ടത്. എനിക്ക് അള്ളാനെ പേടിക്കാൻ കഴിയാത്തത് ഞാൻ ചെയ്യുന്ന എന്തോ ഒരു തെറ്റാണ്. എനിക്ക് നിസ്കരിക്കാൻ കഴിയാത്തത് ഞാൻ ചെയ്യുന്ന എന്തോ ഒരു തെറ്റ് എന്നെ നിസ്കാരത്തിൽ നിന്ന് മാറ്റുകയാ, തോന്നുകയാ ഞാൻ നിസ്കരിച്ചിട്ട് കാര്യമില്ല. എന്തേ പരിഹാരം? ആ തെറ്റ് നമുക്കറിയാം, ആ വ്യക്തിക്കറിയാം, അത് മാറ്റേണ്ടതുണ്ട്. എന്തുകൊണ്ടാ നന്നാകണമെന്ന് വിചാരിച്ചിട്ടും നന്നാകാൻ കഴിയാത്തത്? അള്ളയല്ലേ നന്നാകാൻ നമ്മൾക്ക് മനസ്സിനെ തോന്നിപ്പിക്കേണ്ടത്. എന്തുകൊണ്ട് നമ്മൾക്ക് കഴിയുന്നില്ല? നാം ജീവിതത്തിൽ ചെയ്യുന്ന എന്തോ ഒരു അബദ്ധമുണ്ട്. ചെയ്യുന്നവനറിയാം, അള്ളാഹ്ക്കറിയാം, ചെയ്യുന്നവരും അറിയാം. തിരുത്താത്ത കാലത്തോളം നമ്മൾക്ക് നന്നാകാൻ കഴിയൂല. നാം പറയാറില്ലേ, എൻ്റെ സൊഫിൽ എൻ്റെ കൂടെ നിസ്കരിക്കുന്ന വ്യക്തി ആത്മാർത്ഥമായി കരഞ്ഞുകൊണ്ട് നിസ്കാരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്താ എനിക്ക് കരയാൻ കഴിയാത്തത്? അള്ളാഹിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കരയാൻ കഴിയാത്ത എന്താ? എന്തൊക്കെ ഓർത്ത്, വീടില്ലാത്തതിനെക്കുറിച്ച് ഓർത്ത്, അതേപോലെ തന്നെ കടത്തെക്കുറിച്ചോർത്ത്, രോഗങ്ങളെക്കുറിച്ചോർത്ത്, പ്രയാസങ്ങളെക്കുറിച്ചോർത്ത്, അതേപോലെ തന്നെ ദുനിയാവിലെ എന്തൊക്കെ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ ആരും കാണാതെ അറിയാതെ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞിട്ടുണ്ട്. എനിക്ക് അള്ള തന്ന ഈ ജീവിതത്തിൻ്റെ പകുതി മുക്കാലോളം എനിക്ക് കഴിഞ്ഞുപോയി. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ആഖിറത്തിന് വേണ്ടി ഞാൻ എന്തൊരുക്കി വെച്ചു എന്നോർത്തുകൊണ്ട് കരയാൻ നമ്മൾക്ക് പറയുന്നവരും കേൾക്കുന്നവരും എല്ലാവരും തുല്യരാ സഹോദരങ്ങളെ കഴിയുന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച ആ ഭയാനകമായ ഒരു കാര്യം നമ്മളിൽ സംഭവിച്ചു. അഥവാ അള്ളാഹിനെക്കുറിച്ച് ഖുശൂ ഇല്ലാത്ത, പേടിയില്ലാത്ത മനസ്സാണ് നമ്മൾക്കുള്ളത്. നമ്മുടെ ജീവിത രീതി നമ്മളെ അങ്ങനെ ആക്കി തീർത്തു. ഇഷ്ടംപോലെ ചിരിക്കാനാണ് നമ്മൾക്ക് തയ്യാർ, ആഘോഷിക്കാനാ തയ്യാർ, അല്ലേ? ഒരു പത്രമെടുത്ത്, നമ്മൾ സൗദി അറേബ്യയിൽ വെച്ചാണ് ക്ലാസ് എടുക്കുന്നത്. ഓരോ ദിവസങ്ങളിലെയും പത്രങ്ങൾ വായിക്കുമ്പോൾ പ്രവാസി കൂട്ടായ്മകൾ, പ്രവാസി സംഘടനകൾ, അതിൽ മുസ്ലിങ്ങൾ തന്നെ ഭൂരിഭാഗവും ചെയ്യുന്ന പണികളും ചെയ്യുന്ന പ്രോഗ്രാമുകളും വായിക്കുമ്പോൾ സന്തോഷിക്കാനും, അതല്ലെങ്കിൽ ശൈത്യകാലം ആഘോഷിക്കാനും ചൂടുകാലം ആഘോഷിക്കാനും ചെയ്യുന്ന പ്രോഗ്രാമുകൾ മുഴുവനും, അല്ലേ, അള്ളാഹിനെക്കുറിച്ച് പഠിക്കാനോ അതല്ലെങ്കിൽ ഒരു നല്ല കാര്യം പഠിക്കാനോ അല്ല, മറിച്ചോ എന്തൊക്കെ രീതിയിൽ മനസ്സും ഏതൊക്കെ രീതിയിൽ വൃത്തികേടാകുമോ അതിനെക്കുറിച്ച് ചിന്തിക്കാനും പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാനും അത് മെസ്സേജുകൾ അയക്കാനും അതിൽ പങ്കെടുക്കാനുമാണ് ആളുകൾക്കൊക്കെ താല്പര്യം. എവിടെയും അവൻ ഇപ്പോഴും ചിന്തിച്ചിട്ടില്ല എന്തേ എനിക്ക് അള്ളാഹിനെക്കുറിച്ച് കേൾക്കുമ്പോൾ ഒരു പേടിയില്ലാത്തത്. വിശ്വാസം എവിടെയോ തകരാറിലായി പോയിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കേൾപ്പിച്ച വചനം, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാത് സാദത്തുഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഇന്നമൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ ഇവർ മാത്രമാണ്, ഇനി പറയാൻ പോകുന്നവർ മാത്രമാണ് വിശ്വാസികൾ. ഇന്നത്തെ ഖുത്ബയിൽ നിങ്ങൾ കേട്ടതല്ലേ, വിശ്വാസികളാണെന്നും മുസ്ലിങ്ങളാണെന്നും പറയാൻ എമ്പാടും ആളുകളുണ്ട്. മുസ്ലിം കുടുംബത്തിൽ ജനിച്ചവർ പറയും, വേഷമുള്ളവർ പറയും, അതേപോലെ തന്നെ അതിൻ്റെ വികാരമുള്ളവർ പറയും, പലരും പറയും. പക്ഷെ ആരാണ് വിശ്വാസി എന്ന് അള്ള പറയുന്നു. ആരാണ് വിശ്വാസി? അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും. അള്ളാഹിനെക്കുറിച്ച് കേൾക്കുമ്പോൾ ഹൃദയങ്ങൾ പേടിച്ച് വിറക്കുന്നവരാ വിശ്വാസികൾ. എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ നമ്മൾക്കത്? സ്വയം ആലോചിച്ച് നോക്കൂ. എനിക്ക് എത്ര വയസ്സായി? ശരാശരി എൻ്റെ സമുദായത്തിൻ്റെ ആയുസ് 60-ൻ്റെയും 70-ൻ്റെയും ഇടയിലാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എനിക്ക് എത്രയായിട്ടുണ്ട്? ഇനി എത്ര കൊല്ലം ഞാൻ ജീവിക്കും? ആ ഈ ഒരു 60 വയസ്സാണെങ്കിൽ, അങ്ങനെയാണല്ല കണക്കാക്കിയതെങ്കിൽ, എനിക്ക് 30 കഴിഞ്ഞാൽ ഇനി 30 വർഷം ബാക്കിയുള്ളത്. ആ 30-ൽ 15 വർഷത്തോളം രാത്രിയായിട്ട് കഴിഞ്ഞു പോകും. ബാക്കി 15 അല്ലേ? അതിലെത്ര സമയം നമ്മൾക്ക് ബാക്കി കിട്ടും പ്രിയപ്പെട്ടവരെ? എനിക്ക് കിട്ടിയ ആയുസ്സിൽ, കിട്ടിയ ഇതുവരെയുള്ള ജീവിതത്തിൽ എത്ര ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്? സ്വർഗമെങ്ങാനും നഷ്ടപ്പെട്ടു പോയാൽ ദുനിയാവിൻ്റെ ഒരു മെഴുകുതിരിയുടെ ആ ഒരു തീയിൽ നമ്മുടെ ഒരു വിരൽ ഒരു അര സെക്കൻഡ് വെക്കാൻ നമുക്ക് കഴിയൂല. അതിന് ചൂട് താങ്ങാൻ നമുക്ക് കഴിയൂല. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പക്ഷേ മനസ്സ് ഇതിലൊന്നുമല്ല നമ്മുടെ ശ്രദ്ധ. ദുനിയാവ് വെട്ടിപ്പിടിക്കാനും ആ നിലക്കുള്ള ചിന്തയുമാണ്. അള്ളാഹിനെക്കുറിച്ച് കേൾക്കുമ്പോൾ പേടിയില്ലാത്ത മനസ്സ്, പേടിച്ച് വിറക്കാത്ത മനസ്സ്, അവർ വിശ്വാസികളല്ല എന്ന് അള്ള പറയാം. പേടിക്കുന്നവരാണ് വിശ്വാസികൾ. വഇദാ തുലിയത് അലൈഹിം ആയാതു സാദത്തുഹും ഈമാന.
ഖുർആനിൻ്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ, ആയത്തുകൾ ഓതിക്കേൾപ്പിക്കപ്പെടുമ്പോൾ സാദത്തുഹും ഈമാന, ഈമാൻ വർദ്ധിക്കും. എങ്ങനെയാ ഈമാൻ വർദ്ധിക്കുന്നത്? പഠിക്കുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുമവർ, നടപ്പാക്കുമവർ. അതൊരു വാശിയായിരിക്കും. ആ കേട്ടത് മുസ്ലിമായ ഞാനല്ലേ ചെയ്യേണ്ടത്, ഞാനൊരു മുസ്ലിമല്ലേ, ഞാനല്ലേ അത് പ്രവർത്തിക്കേണ്ടത്. അവർ ചെയ്യും. ഇന്നത് തെറ്റാണ് എന്ന് ഞാൻ കേട്ട് കഴിഞ്ഞില്ലേ, പഠിച്ചു കഴിഞ്ഞില്ലേ, ഞാനത് ഒഴിവാക്കേണ്ടവനല്ലേ, അവൻ ഒഴിവാക്കും. അത് നാളേക്ക് വേണ്ടിയല്ല, നാളേക്ക് വേണ്ടി നീക്കി വെക്കില്ല. സ്വഹാബത്ത് പറഞ്ഞതുപോലെ വലിയ തെറ്റായിട്ട് തന്നെ കാണും. ഏത് ചെറിയ തെറ്റും വലിയ തെറ്റുകളായിട്ട് മാറും പ്രിയപ്പെട്ടവരെ, തൗബയില്ലാതെ നമ്മളിങ്ങനെ ആവർത്തിച്ച് ചെയ്യുമ്പോൾ. എന്നാലോ ഏത് വലിയ തെറ്റും തൗബയിലൂടെ അത് ആ തെറ്റില്ലാതെയാവുകയും ചെയ്യും. അല്ലേ? രണ്ടും മനസ്സിലാക്കണം. നമ്മൾ വിചാരിക്കും ഇതൊക്കെ ചെറുതാ. ആയത്തുകളും ഹദീസുകളും കേൾക്കുമ്പോൾ നമ്മുടെ ഈമാനിന് ഒരു നനവ് ലഭിക്കുമ്പോൾ ഒരു മാറ്റങ്ങളും ഇല്ല എങ്കിൽ നാം പേടിക്കുക. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ അള്ളാഹുവിൽ എല്ലാം തവക്കൽ ചെയ്യുന്നവരായിരിക്കും, എല്ലാം. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സ് എല്ലാ നിലക്കും ഒന്ന് മാറേണ്ടതുണ്ട്. എങ്ങനെയാ മാറ്റുക? നമ്മുടെ മനസ്സ് പല രീതിയിലും ദുഷിച്ചു പോയിരിക്കുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, പേടിയുള്ള മനസ്സ് നമ്മൾക്ക് ലഭിക്കണം. ആ മനസ്സ് നന്നായിട്ടേ കാര്യമുള്ളൂ. കൽബ് നന്നായി കഴിഞ്ഞാൽ, ശരീരത്തിലൊരു മാംസക്കഷ്ണമുണ്ട്, അത് നന്നായി കഴിഞ്ഞാൽ ശരീരം മുഴുവനും നന്നാകും. അതെങ്ങാനും നശിച്ചുപോയാൽ ശരീരം മുഴുവനും നശിക്കും. നമ്മുടെ ശരീരത്തിൻ്റെ രാജാവാണ് നമ്മുടെ കൽബ്. പണ്ഡിതന്മാർ അങ്ങനെയാ പറയുന്നത്. എന്തുകൊണ്ടാ? ആ കൽബാണ് ബാക്കി മുഴുവനും എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്. കൽബ് മാറിയാൽ അവയവങ്ങൾ ആ കൽബ് പറയുന്നതിനനുസരിച്ചാണ് ചെയ്യുന്നത്. കൽബ് എന്ത് ചിന്തിക്കുന്നു അതിനനുസരിച്ച ബാക്കിയുള്ള അവയവങ്ങൾ ചെയ്യുന്നതൊക്കെ. അതുകൊണ്ട് കൽബാ നന്നാക്കേണ്ടത്. കോലം നന്നാക്കുന്നു, രൂപം നന്നാക്കുന്നു, വസ്ത്രം നന്നാക്കുന്നു, ഒക്കെ ശരിയാക്കുന്നു. കൽബ് നന്നില്ലേ എവിടെയും വെക്കാൻ പറ്റൂല മനുഷ്യന്, അല്ലേ? അതുകൊണ്ട് കൽബ് നന്നാക്കണം സഹോദരങ്ങളെ. വിശിഷ്യ ഖുർആനിനെ കുറിച്ച് ഖുർആൻ ഓതി കേൾക്കുമ്പോൾ, ഖുർആൻ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഒരുപാട് ശുദ്ധിയാകും. ആ ഖുർആൻ വായിക്കണം. ഒരു ഹർഫിന് 10 കൂലിയാണെന്നറിയാം. തപ്പിത്തടഞ്ഞോതുന്നവന് 2 കൂലിയുണ്ടെന്നറിയാം, പ്രയാസപ്പെട്ടതിനും ഓതിയതിനുമൊക്കെ. ഇനിയോ ചിന്തിച്ചു നോക്കൂ, ഒരു ഹർഫിനാ 10 കൂലി. ഒരു സൂറത്ത് മുഴുവൻ ഓതിയാലോ, ഖുർആൻ മുഴുവൻ ഓതിയാലോ കോടിക്കണക്കിന് നന്മയാ ഖുർആൻ ഒന്ന് തീർക്കുമ്പോഴേക്ക് നമ്മൾക്ക് ലഭിക്കുന്നത്. കൂടെ ഓതി തീർക്കുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അർത്ഥം കൂടി പഠിച്ചാലോ, അതിൻ്റെ വിശദീകരണം കൂടി പഠിച്ചാലോ ജീവിതത്തിൽ എന്ത് മാറ്റങ്ങൾ ഉണ്ടാകും, എത്ര കൂലിയാണ് നമ്മൾക്ക് ലഭിക്കുക. അതുകൊണ്ട് മനസ്സ് മലീമസമാകുന്നതിൽ നിന്ന് രക്ഷ തേടാൻ നമ്മൾ പ്രത്യേകമായിട്ട് ഖുർആനുമായിട്ട് ബന്ധപ്പെടുക. അതേപോലെ തന്നെ നിരന്തരമായി അള്ളാഹിനെക്കുറിച്ച് നമ്മൾ ഓർക്കുക. അള്ളാഹിൻ്റെ ചിന്തയാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. ഒരു ഹറാമ് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ആ ഹറാമിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അള്ളാഹിനെക്കുറിച്ച് ദിക്റുള്ളാഹിയായ ഒരു മനുഷ്യനാണെങ്കിൽ, അള്ളാഹിനെക്കുറിച്ച് ഓർക്കുന്ന വ്യക്തിയാണെങ്കിൽ അവൻ അപ്പം ചിന്തിക്കും, പടച്ചോനെ ഇത് പാടില്ലല്ലോ, ഇത് തെറ്റാണല്ലോ. കണ്ണിനെ താഴ്ത്തും, കാത് പിൻവലിക്കും, അങ്ങോട്ടേക്ക് നടന്നു പോകൂല. ശൈത്താൻ പറയും, നീ അവിടേക്കൊന്ന് വാ, ഒന്ന് കാണൂ, ഒരു പാട്ടല്ലേ, ഒന്ന് മ്യൂസിക്, ഒരു ദിവസമല്ലേ, അല്ലേ? പോകും. പക്ഷെ അള്ളാഹിനെക്കുറിച്ച് ചിന്തിക്കുന്ന മനുഷ്യൻ ആ അബദ്ധം പറ്റിയാലും പോകുന്ന വഴിയിൽ അവൻ ചിന്തിക്കും, നാഥാ നിനക്ക് പൊരുത്തമില്ലാത്തൊരു സദസ്സിലേക്കാണ് ഞാൻ പോകുന്നത്, നിനക്ക് പൊരുത്തമില്ലാത്ത ഒന്നാ എൻ്റെ വീട്ടിലെ ടെലിവിഷനിലൂടെ ഞാൻ കാണുന്നത്, എൻ്റെ മൊബൈലിലൂടെ കാണുന്നത്. ചിന്തിക്കും അവനപ്പോൾ ഈമാനിൻ്റെ ദൗർബല്യം കൊണ്ട് അബദ്ധം പറ്റിപ്പോകുന്ന നേരത്ത് അവനതിൽ നിന്ന് പിന്തിരിയും. അവനാ മുഅ്മിൻ. അതാണ് അള്ളാഹിനെക്കുറിച്ച് ഓർക്കുന്ന മനുഷ്യൻ. അവൻ്റെ കണ്ണും കാതും നാവും കയ്യും കാലുമെല്ലാം പ്രിയപ്പെട്ടവരെ ദുഷിച്ച മാർഗങ്ങളിൽ നിന്ന് അവനെ തടുക്കാൻ കഴിയും. അതാണ് അള്ളാഹിനെക്കുറിച്ച് ഓർത്താലുള്ള മെച്ചം. അള്ളാഹ് പറയുന്നില്ലേ, വദാകിരീന അല്ലാഹ കസീറൻ വദാകിറത് അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അളീമ. അള്ളാഹിനെ ധാരാളം ഓർക്കുന്ന പുരുഷന്മാർ, ധാരാളമായി റബ്ബിനെ കുറിച്ച് ഓർക്കുന്ന സ്ത്രീകൾ, എന്താണ് അവർക്കുള്ള സമ്മാനം? അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറ, പാപമോചനമാണ് അള്ളാഹ് അവർക്ക് ഒരുക്കി വെച്ചത്. വഅജ്റൻ അളീമ, വമ്പിച്ച കൂലിയും. സ്വർഗമല്ലാത്ത എന്ത് കൂലിയാണത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മുടെ മനസ്സ് ഭക്തി ലഭിക്കുന്നില്ല, പേടി ലഭിക്കുന്നില്ല എങ്കിൽ ഒന്നാമത്തെ മാർഗം നമ്മൾ ഖുർആനിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്, നമ്മൾ ഖുർആനിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്. എന്താണ് അതിൻ്റെ വഴി? ഖുർആനിലേക്ക് തിരിച്ചു വരിക തന്നെ. എന്തേ നമ്മുടെ മനസ്സിലേക്ക് ഖുർആൻ കയറാത്തത്?
ഖുർആനിൻ്റെ അർത്ഥം എന്താ പഠിക്കാൻ കഴിയാത്തത്? അല്ലേ? ഒരു മനുഷ്യൻ്റെ കൽബിനും സംഗീതവും ഖുർആനും ഒരേ അവസ്ഥയിൽ നിൽക്കൂല, അത് ഉറപ്പാ. ഒരു മനുഷ്യൻ്റെ കൽബിനും ഖുർആനിനും സംഗീതത്തിനും ഒരേ സമയത്ത് സ്ഥാനമുണ്ടാകൂല. ഖുർആനെ ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ സംഗീതത്തിൽ നിന്ന് മാറും, സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഖുർആനിൽ നിന്ന് മാറും. അത് സ്വാഭാവികമാണ്. യുംബിത്തുൻ നിഫാഖ ഫീ ഖൽബി, അവൻ്റെ കൽബിൽ ഈ മ്യൂസിക് നിഫാഖുണ്ടാക്കും. ഖുർആൻ്റെ ഒരു പേജ് ഓതുമ്പോൾ അവന് ഉറക്കം വരും. സംഗീതങ്ങൾ എത്ര കേട്ടും അവന് പോകും, അല്ലേ? എന്തിനും സംഗീതം. രോഗിയായി കിടന്നാലും സമയം പോക്കാൻ സംഗീതം കേൾക്കുന്നു, ടെൻഷൻ വരുമ്പോൾ സംഗീതം കേൾക്കുന്നു. ഏതാ? ശപിക്കപ്പെട്ട ശബ്ദമാണിത്, ശപിക്കപ്പെട്ട ശബ്ദം, അതവൻ കേൾക്കുന്നു. ഇതല്ലേ എൻ്റെ മൊബൈലിലുള്ളത്? ഇതല്ലേ സഹോദരങ്ങളെ ഞാൻ നിസ്കരിക്കുമ്പോൾ എൻ്റെ സുജൂദിൽ വീഴുന്നത്? ഞാൻ നിസ്കരിക്കുമ്പോൾ റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ പോക്കറ്റിലുള്ളത്? എല്ലാവരും ആരെയും വേദനിപ്പിക്കല്ല, ആരെയും പ്രയാസപ്പെടുത്തുകയല്ല, ആരെയും കുറ്റപ്പെടുത്തുകയല്ല. അറിയാത്തത് കൊണ്ടോ അറിവിൻ്റെ കുറവ് കൊണ്ടോ ഈമാനിൻ്റെ ദൗർബല്യം കൊണ്ടോ സാഹചര്യം കൊണ്ടോ നമ്മളിൽ സംഭവിക്കുന്ന ഒരു അബദ്ധം എടുത്തു പറയുകയാണ് പ്രിയപ്പെട്ടവരെ. സംഗീതം ഒഴിവാക്കാത്ത മനുഷ്യൻ്റെ മനസ്സിൽ അള്ളാഹുവിൻ്റെ ഖുർആനിന് സ്ഥാനമുണ്ടാകില്ല. ആ മനുഷ്യൻ്റെ കൽബിൽ പടച്ച റബ്ബിനെ കുറിച്ച് പേടിയുമുണ്ടാവുകയില്ല, അല്ലേ? എൻ്റെ സഹോദരന്മാരെ, സഹോദരികളെ, നിങ്ങളൊക്കെ കണ്ടതായിരിക്കും. സൗദി അറേബ്യയിൽ തന്നെ വ്യക്തികൾ, സഹോദരന്മാർ പടച്ച റബ്ബിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന ഏതാനും നിമിഷങ്ങളുള്ള ഒരു വീഡിയോ ക്ലിപ്പ്, അല്ലേ? മൊബൈലുകൾ ഉയർത്തിക്കാട്ടി പറയുന്നില്ലേ, ഈ മൊബൈൽ ഫോൺ അള്ളാഹ് തന്ന നിഅമത്താ നമ്മൾക്ക്, റബ്ബ് തന്ന നിഅമത്താ നമ്മൾക്ക്. പലർക്കും ഇതില്ല, ഈ സൗകര്യങ്ങളില്ല. ആളുകളെ കണ്ടുകൊണ്ട് സംസാരിക്കാൻ കഴിയുന്ന മൊബൈലുകളാണ് ഇന്ന് നിന്റെ കയ്യിലുള്ളത്. ഒരു കാലത്ത് ഇതില്ലായിരുന്നു, സംസാരിക്കാൻ കഴിയില്ലായിരുന്നു പ്രവാസികളെ. ഇന്നോ കുടുംബത്തിലുള്ളവരോട്, നാട്ടിലുള്ളവരോട് ഫ്രീ ആയിക്കൊണ്ട് സംസാരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുന്നു. എന്നാൽ ഈ നിഅമത്ത് പടച്ച റബ്ബിൻ്റെ ദീനിനെ സഹായിക്കാനാണോ, അള്ളാഹുവിൻ്റെ ദീനിനെ തകർക്കാനും നശിപ്പിക്കാനുമാണോ, പറയിപ്പിക്കാനുമാണോ ഈ മൊബൈൽ ഫോൺ നമ്മൾ ഉപയോഗിക്കുന്നത്? ഈ മൊബൈൽ കാരണത്താൽ നാളെ എൻ്റെ എത്ര നിസ്കാരം മറ്റുള്ളവർ കൊണ്ടുപോകും? എൻ്റെ വിരൽത്തുമ്പിൽ നിന്ന് ഞാൻ കൈമാറിയ മെസ്സേജുകളെ കൊണ്ട് എൻ്റെ എത്ര സ്വതക്ക മറ്റുള്ളവർ കൊണ്ടുപോകും? മറ്റുള്ളവർ ചെയ്ത എത്ര വൃത്തികെട്ട തെറ്റുകൾ പടച്ച റബ്ബിൻ്റെ പെരടിയിലേക്ക് വെച്ച് കെട്ടും? എന്തേ? ഈ മൊബൈൽ ഫോണാ എന്നെ നശിപ്പിച്ചത്. ഇതിൽ കേൾക്കുന്ന പാട്ടുകളും, ഇതിൽ കേൾക്കുന്ന ക്ലിപ്പിങ്ങുകളും, ഇതിൽ കേൾക്കുന്ന സംസാരങ്ങളും പലർക്കും കൈമാറി പടച്ച റബ്ബിൻ്റെ ഖുർആനിൽ എൻ്റെ ദിവസത്തിൽ ഒരു മണിക്കൂർ പോലും ഞാൻ നൽകാത്തവൻ, ആ മനുഷ്യൻ പോലും മൊബൈലുകൾ ഓരോ 5 മിനിറ്റ് സമയം കഴിയുമ്പോഴും അതിങ്ങനെ നോക്കുകയാ. എനിക്ക് മെസ്സേജുകൾ വന്നോ, വാട്സപ്പിൽ വന്നോ, ഫേസ്ബുക്കിൽ വന്നോ, മെയിലുകളിൽ വന്നോ, മെസ്സേജുകളായി വന്നോ, എല്ലാം നോക്കുന്നു. ഒന്നും വരുന്നില്ലേ? അവന് സമാധാനമാകുന്നില്ല. ആരെയെങ്കിലും വെറുതെ വിളിക്കുന്നു, അല്ലേ? നമ്മുടെ ജീവിതം അങ്ങനെയാ. എവിടെയാ മനസ്സ് നന്നാവുക? അതുകൊണ്ട് ഖുർആനിലേക്ക് മടങ്ങണം. അങ്ങനെയാകണമെങ്കിൽ സംഗീതങ്ങളിൽ നിന്ന് നാം മുക്തമായേ പറ്റൂ എന്നുകൂടി ഗൗരവത്തോടു കൂടി പഠിക്കുക. ഭക്തി ലഭിക്കുന്നില്ലേ? അള്ളാഹിനെ കുറിച്ച് പേടി ലഭിക്കുന്നില്ലേ? ചികിത്സിക്കാനുള്ള മാർഗമാണ് പണ്ഡിതന്മാർ പറയുന്നതും. എപ്പോഴും നാം റബ്ബിനെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ ചിന്തിക്കേണ്ടതുണ്ട്. നന്മകൾ ചെയ്യുമ്പോൾ പേടി വരാൻ, അള്ളാഹു എന്നെ കാണുന്നു, റബ്ബെന്നെ കേൾക്കുന്നു എന്ന ഒരു പേടി. അതോടൊപ്പം തന്നെ ഞാൻ ചെയ്യുന്ന നന്മകളൊന്നും അള്ളാഹ് സ്വീകരിക്കുന്നില്ലേ എന്ന പേടി ഉണ്ടാകണം. ഞാൻ ചെയ്യുന്ന നന്മകൾ ആളുകൾ കാണാനാണോ, കേൾക്കാനാണോ? ഞാൻ ഒരുപാട് നന്മ ചെയ്തു, ഒരുപാട് പുണ്യങ്ങൾ ചെയ്തു, പക്ഷെ ആ പുണ്യങ്ങൾ മുഴുവനും പടച്ച റബ്ബ് എന്നിൽ നിന്ന് സ്വീകരിക്കാതെ, അഥവാ ഇന്നവനൊക്കെ കാണാനും ഇന്നവനൊക്കെ കേൾക്കാനുമല്ലേ നീ ചെയ്തത് എന്ന് അള്ളാഹ് എങ്ങാനും എന്നോട് പറയുമോ? സഹോദരങ്ങളെ, നാം ഗൗരവത്തോടു കൂടി ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. പേടിക്കണം നമ്മൾ. അപ്പോഴാ നമ്മൾക്ക് ഭക്തി ലഭിക്കുക, ഖുശൂഅ് ലഭിക്കുക. എപ്പോഴും നമ്മൾ ചിന്തിക്കണം, അള്ളാഹുവിനെ കുറിച്ച് എന്നെ എന്താ മറപ്പിക്കുന്നത്? മരണസമയത്തെക്കുറിച്ച് ഓർക്കണം നമ്മൾ. മനസ്സിന് റബ്ബിൽ പേടിയുണ്ടാകാൻ, അല്ലേ? പെട്ടെന്നുള്ള മരണത്തെക്കുറിച്ച് നമ്മൾ ഓർക്കണം. ആ അവധി എത്തിക്കഴിഞ്ഞാൽ, സമയമെത്തിക്കഴിഞ്ഞാൽ ഒന്നും മുന്നോട്ടോ പിന്നോട്ടോ അള്ളാഹ് ആക്കൂല. ആ സമയത്ത് തന്നെ അള്ളാഹ് നമ്മളെ പിടിക്കും. അത് ചിന്തിച്ചാൽ ഏത് മനുഷ്യനാണ് നന്നാകാത്തത്?
നാളെ നേരം വെളുക്കുമ്പോൾ ഞാൻ ഉണ്ടാകൂല. അള്ള എന്നെ എങ്ങാനും കൊണ്ടുപോയാൽ, പടച്ചറപ്പിൻ്റെ തൃപ്തിയില്ലാതെ ഞാൻ മരിച്ചാൽ എനിക്ക് നരകമല്ലേ, ഉറപ്പല്ലേ പ്രിയപ്പെട്ടവരെ? ഇത് ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെ നന്നാകാതിരിക്കും, പേടിയില്ലാതിരിക്കും? അതോടൊപ്പം തന്നെ മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അതിൻ്റെ വേദനയെക്കുറിച്ച് ആലോചിക്കണം. ശരീരം മുഴുവനും പൊട്ടിപ്പോകുമാറ്, കാർന്ന് തിന്നുമാറ് മരണത്തിൻ്റെ വേദന ഹദീസുകളിൽ കാണാം. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മരണത്തിൻ്റെ രംഗത്ത് പോലും എന്തൊക്കെയോ പറയുന്നു. ആയിഷ ബീവി കേൾക്കുന്നില്ല. ആയിഷ ബീവിയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാ. അല്ലാഹുവിൻ്റെ റസൂല് വേദന കൊണ്ട് വെള്ളപ്പാത്രത്തിൽ കൈമുക്കിയിട്ട് പിന്നീടതാ ആകാശലോകത്തിരു കരങ്ങളും ഉയർത്തിയിട്ട് പലതും പ്രാർത്ഥിക്കുന്നു. ആയിഷ ബീവി കേൾക്കുന്നില്ല. എന്താ അവസാനമായിട്ട് പറയുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി സക്കറാത്ത്. ആയിഷ, ഇന്നലിൽ മൗതി സക്കറാത്ത്, മരണത്തിൻ്റെ വേദന സഹിക്കുന്നില്ല ആയിഷ. സഹിക്കാനാകുന്നതിനും അപ്പുറത്ത മരണത്തിൻ്റെ വേദന. ആരാ ഇത് പറയുന്നത്? ലോകം കണ്ട ഏറ്റവും നല്ല മനുഷ്യൻ പറയുന്നു, മരണത്തിൻ്റെ വേദന സഹിക്കാൻ കഴിയുന്നില്ല, മരണവേദന അനുഭവിക്കാൻ സഹിക്കാനാകുന്നില്ല ആയിഷ. അല്ലാഹുമ്മ അഇന്നി അലാ സക്രാത്തിൽ മൗത്ത്. പഠിച്ചോനെ, മരണത്തിൻ്റെ വേദനയിൽ നിന്ന് ഒന്ന് സഹായിക്കണേ റബ്ബേ എന്ന് അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുക പ്രിയപ്പെട്ടവരെ, എന്തായിരിക്കും നമ്മളൊക്കെ മരിക്കുമ്പോൾ ഏത് രീതിയിലായിരിക്കും അള്ളാഹിന്റെ അടുക്കലേക്ക് എത്തുന്നത്? ഇതോർത്താൽ നമ്മൾക്ക് നന്നാകാൻ കഴിയും. ഇതോർത്താൽ സഹോദരങ്ങളെ, നമ്മൾക്ക് ഏറ്റവും നല്ല രീതിയിൽ മനസ്സിനെ പാകപ്പെടുത്താൻ കഴിയും. ഇതേപോലെ തന്നെ ഖബറിൽ കിടക്കേണ്ടവരാ. അവിടെ മലക്കുകൾ വന്ന് ചോദ്യം ചോദിക്കും. അവിടെ ഫിത്നയുണ്ട്, അദാബുണ്ട്. റബ്ബിൻ്റെ മുമ്പിൽ പരലോകത്ത് ഒറ്റയ്ക്ക് ഞാൻ നിർത്തപ്പെടും വിചാരണയ്ക്ക് വേണ്ടി. ഓരോരുത്തരും ഒറ്റക്കൊറ്റക്ക് അള്ളാഹിൻ്റെ മുമ്പിൽ എത്തപ്പെടും. ലോക മനുഷ്യർക്ക് മുഴുവനും മുമ്പിൽ ഞാൻ ചെയ്ത് പ്രദർശിപ്പിക്കപ്പെടും, അല്ലേ? ഞാൻ വഷളാക്കപ്പെടും. സുറാത്തുണ്ട്, മീസാനുണ്ട്. പോകട്ടെ, നരകത്തിൻ്റെ വക്കിൽ നിർത്തുന്ന രംഗമുണ്ട്. നരകമാണോ സ്വർഗമാണോ? സ്വഹാബത്ത് ഇതൊക്കെയായിരുന്നു ചിന്തിച്ചത്, അല്ലേ? അവർ എന്നിട്ട് സ്വയം ആലോചിച്ചു, റബ്ബേ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഉമർ റളിയല്ലാഹു അൻഹു അതുകൊണ്ടാ സ്വയം ചിന്തിക്കുന്നതും കരയുന്നതും. രാജ്യം ഭരിക്കുന്ന ഘട്ടത്തിൽ വഴിയോരത്തു കൂടി സഞ്ചരിക്കുമ്പോൾ ഒരു മനുഷ്യൻ അവൻ്റെ കുടിലിൽ നിന്ന് നിസ്കരിക്കുന്നത് കഴുതപ്പുറത്ത് നിന്ന് ഉമർ റളിയല്ലാഹു അൻഹു കേൾക്കുകയാണ്. ആ മനുഷ്യൻ ഓതുന്നു, ഇന്ന അദാബ റബ്ബക ലവാഖിഅ. അള്ളാഹുവിൻ്റെ ശിക്ഷയുണ്ടല്ലോ, തീർച്ചയായും അത് സംഭവിക്കുക തന്നെ ചെയ്യും. അത് തന്നെയുള്ളതാ. ഈ ആയത്തങ്ങ് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കഴുതപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങി ഒരു ചുമരിൻ്റെ ഭാഗത്ത് പോയി, ഒരു മറയുടെ ഭാഗത്ത് പോയി എത്രയോ മണിക്കൂറുകൾ പൊട്ടി കരയുകയാണ്. രോഗം വന്നവിടം മുതൽ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. ഒരു മാസത്തോളം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള രോഗമാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായത്. ആളുകളൊക്കെ വന്നു സന്ദർശിച്ചു, രോഗകാരണം മനസ്സിലാകുന്നില്ല, അല്ലേ? ഈ ഒരു ആയത്ത ഉമർ റളിയല്ലാഹു അൻഹു രോഗിയായി കിടത്തിയത്. രണ്ട് കണ്ണുകളുടെയും താഴെ കറുത്ത പാടുകൾ. എന്തേ? കരഞ്ഞിട്ട് തന്നെ അതിൻ്റെ അടയാളങ്ങളായിട്ടുണ്ടാകുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവരൊക്കെ ഈ രീതിയിൽ സ്വന്തം മനസ്സിനോട് ചോദിക്കുക, എന്ത് അള്ളാഹുവിൻ്റെ സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും ഇടയ്ക്ക് ഞാൻ നിർത്തപ്പെടുന്ന ഘട്ടത്തിൽ എങ്ങോട്ടേക്കാണെന്നറിയാത്ത ആ ഒരു പേടി എനിക്ക് വരും. ഞാൻ ആ സമയത്ത് നശിച്ചു പോയെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുമായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇതുപോലെ കരഞ്ഞു. അലി റളിയല്ലാഹു അൻഹു ഇതുപോലെ കരഞ്ഞു. എല്ലാവരും അങ്ങനെ മനസ്സിനെ പേടിച്ചു. പകലിൽ ഈ രീതിയിൽ അവർ പ്രവർത്തിക്കുകയും രാത്രി സമയത്ത് അള്ളാഹിനോട് എല്ലാ നിലക്കും പ്രാർത്ഥിച്ച് നമസ്കരിക്കാനും സമയം കൊണ്ട് അവർ മനസ്സിനെ നന്നാക്കാൻ അവർ കണ്ട വഴിയായിരുന്നു അത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾക്കും ആ ഒരു ബോധം വേണം. ഇങ്ങനെയൊക്കെയാണ് നമ്മളെ മനസ്സിനെ നന്നാക്കുക. ഇങ്ങനെ നന്നാക്കാൻ നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ ഒരാൾക്കും ഒരാളെക്കുറിച്ച് ഗീബത്ത് പറയാൻ നേരം ഉണ്ടാകൂല, ഒരാൾക്കും ഒരാളെക്കുറിച്ച് നമീമത്ത് പറയാൻ നേരം ഉണ്ടാകൂല, അല്ലേ? എന്താ നമീമത്ത്? അപ്പുറത്ത് പോയി പറയുക, ഇപ്പുറത്ത് പോയി പറയുക, സുഹൃത്തുക്കളെ തമ്മിൽ തെറ്റിക്കുക, അതേപോലെ തന്നെ കുടുംബക്കാരെ തമ്മിൽ തെറ്റിക്കുക, നാട്ടുകാരെ തമ്മിൽ തെറ്റിക്കുക. ഇപ്പോൾ ഗീബത്തിന് നേരെയില്ല, നമീമത്തിന് നേരെയില്ല, ഹറാമ് കാണാൻ നേരെയില്ല, ഹറാമ് കേൾക്കാൻ നേരെയില്ല, കച്ചവടത്തിലും സൂക്ഷ്മത പാലിക്കും. എപ്പോഴും അവൻ്റെ മനസ്സിൽ ചിന്ത ഉണ്ടാകും, എനിക്ക് ഭക്തി കുറവാണ്, എനിക്ക് പേടി കുറവാണ്, അതുകൊണ്ട് അള്ളാഹിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്ന ഒരുത്തന എന്ന രീതിയിലാകുമ്പോൾ അവന് ഹൈറ് ചെയ്യാൻ തന്നെ സമയം കിട്ടൂല. അവന് പേടിയാ, ഏത് സമയത്തും എൻ്റെ മുമ്പിൽ എൻ്റെ മരണമുണ്ട്,
മരണമുണ്ട്, എൻ്റെ മുമ്പിൽ മരണമുണ്ട്, ഖബർ എൻ്റെ മുമ്പിലുണ്ട്, മരണം എൻ്റെ മുമ്പിലുണ്ട്, സ്വർഗ നരകം അതിൽ ഏത് സമയത്തും എനിക്കത് നഷ്ടപ്പെടാൻ പാടില്ല. എപ്പോഴും പരലോകം വിചാരിക്കാതെ ദുനിയാവിൽ ഒരു അമലും നമ്മൾ ചെയ്യരുത്. ഒരു കച്ചവട വസ്തു വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും അള്ളാഹിൻ്റെ സ്വർഗം നമ്മൾ മറന്നു പോകാൻ പാടില്ല. സ്വർഗം നഷ്ടപ്പെടുന്നോ ശ്രദ്ധിക്കണം. അതാ ഈ മനസ്സിനോട് ചോദിക്കുക എന്ന് പറയുമ്പോൾ ഒരു അമല് ചെയ്യുന്നതിന് മുമ്പുമുണ്ട് ശേഷവുമുണ്ട് ചിന്ത. നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നു, ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചിന്തിക്കുക, ഈ കാര്യം ഞാൻ ചെയ്താൽ അള്ളാഹ് എനിക്ക് കൂലി തരുമോ? തരൂലേ? ചെയ്യരുത്. ഒരു കാര്യം പറയാൻ വിചാരിക്കുന്നു, കൂലിയുണ്ടോ? ഇല്ലേ? പറയണ്ട അല്ലേ? ഇനി ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാലും മനസ്സിനോട് ചോദിക്കുക, ഞാൻ ഇന്ന ഒരു നന്മ ചെയ്തിട്ടുണ്ട്, ആർക്കും അതറിയൂല, പക്ഷെ അള്ളാഹ്ക്കറിയാം ഇതെനിക്ക് കൂലി കിട്ടുമോ ഇല്ലേ? നമുക്കും അറിയാം ഇത് അള്ളാഹ്ക്ക് വേണ്ടിയാണോ അല്ലേ? ആളുകൾ കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇത് പോയി, ആ നന്മ പോയി എന്നല്ല, അതിനെക്കൊണ്ട് നമുക്ക് നരകമാ ലഭിക്കുന്നതും. അതുകൊണ്ട് രണ്ടും നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. ഇതുകൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നു, വഖൽബിൻ ലാ യഖ്ശ, ഭക്തിയില്ലാത്ത മനസ്സ്. അല്ലാഹു തആല പടച്ചവനെക്കുറിച്ച് പേടിക്കുന്ന മനസ്സിൻ്റെ ഉടമകൾ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമത് അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു, വനഫ്സിൻ ലാ തശ്ബ, ആർത്തി തീരാത്ത മനസ്സിനെ തൊട്ട് ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ് നാഥ. ആർത്തി തീരാത്ത മനസ്സ്, കൊതി തീരാത്ത മനസ്സ്, എത്ര കിട്ടിയാലും മതി വരുന്നില്ല അല്ലേ? ഈ ഒരു മനസ്സുള്ളത് കൊണ്ടാണ് പടച്ചവനെക്കുറിച്ച് പേടിക്കാനും ഭക്തിയില്ലാത്ത മനസ്സുണ്ടാകുന്നതും. കേൾക്കുന്ന അറിവൊന്നും ഒരു ഉപകാരവും ഇല്ലാത്തതെന്താ? മനുഷ്യൻ്റെ പൂതി തീരാത്തതുകൊണ്ടാണ്. ഏത് മനുഷ്യൻ്റെ ആഗ്രഹം തീർന്നത്? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലൗ അന്ന ലിബ്നി ആദമ വാദിയം മിൻ ദഹബ്, ഒരു താഴ്വര മുഴുവൻ, ഒരു പർവ്വതക്കണക്കിന് സ്വർണം ലഭിച്ചാലും അല്ലേ, ഒരു പർവ്വതത്തിന് ഒരു താഴ്വര മുഴുവൻ അവന് സ്വർണം ലഭിച്ചാലും അവനെന്താ ഇഷ്ടപ്പെടുന്നത്? അയ്യക്കൂന ലഹു വാദിയാൻ, അവന് 2 കിട്ടാനാ. ഇനി അവന് 2 കിട്ടി എന്നാ അവൻ ആഗ്രഹിക്കുന്നത് മൂന്നാമതൊന്നുകൂടി കിട്ടാൻ. കിട്ടിയതിന് അൽഹംദുലില്ലാ പറയാൻ ആർക്കും നേരെയില്ല. കിട്ടിയതിന് റബ്ബിനോട് നന്ദി കാണിക്കാൻ ആർക്കും നേരെയില്ല. 700 റിയാൽ സാലറിയിൽ നിന്ന് 8000 റിയാലിലേക്ക് എത്തി, 10,000 റിയാലിലേക്ക് എത്തി, 5000 റിയാലിലേക്ക് എത്തി. ഇപ്പോഴും ഓനെന്താ അപ്പുറത്തോ എനിക്ക് ഇത്ര കിട്ടിയല്ലോ, എനിക്കെന്താ അത്ര കിട്ടാത്തത് അല്ലേ? ഈ ചിന്ത മനുഷ്യൻ ഒരു കാലത്തും പ്രിയപ്പെട്ടവരെ അവനൊരു ഹൈറ് ചെയ്യാനുള്ള പ്രേരണ നൽകുന്നില്ല. സ്ത്രീകൾ, സഹോദരിമാർ ഗൗരവത്തോടു കൂടി ഈ വിഷയം ചിന്തിക്കേണ്ടതുണ്ട്. ദുനിയാവിൽ ജീവിക്കുന്നത് തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ വസ്ത്രം ധരിക്കാൻ വേണ്ടിയിട്ട്, സ്വർണം ധരിക്കാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ഇവിടെ വലിയ വീടുണ്ടാക്കി ഇവിടെ താമസിക്കാൻ വേണ്ടിയിട്ട്, ഈ നിലക്കുള്ള ചിന്തയാ പലർക്കും ഉണ്ടാവുക. നമ്മൾക്ക് നമ്മുടേതായ അറിവിൻ്റെ കുറവ് കൊണ്ടാണ് സംഭവിക്കുന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഈ ചിന്ത നിങ്ങൾക്ക് മാറണമെങ്കിൽ ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖക്കും. ദുനിയവിയായ കാര്യത്തിൽ നിങ്ങൾ ആരും നിങ്ങളെക്കാൾ മുകളിലുള്ളവരിലേക്ക് നോക്കരുത്. അതൊരു കൽപ്പനയാണ്. ദുനിയാവിൻ്റെ സൗകര്യത്തിൻ്റെ വിഷയത്തിൽ ഉൻദുറു, നിങ്ങൾ നോക്കണം, ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കണം. വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖക്കും, മുകളിലുള്ളവരിലേക്ക് നോക്കരുത്. എന്തുകൊണ്ടാ? ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും, അല്ലാഹ് നിങ്ങൾക്ക് ചെയ്ത നിഅമത്തിനെ കുറിച്ച് കുറച്ച് കാണാതിരിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും ഹൈറതാ. എപ്പോഴും ടെൻഷനായിരിക്കും, അവർക്കത് കിട്ടിയാൽ എനിക്കെന്താ കിട്ടാത്തത്? നിങ്ങൾ മനസ്സിലാക്കണം, താഴെ നോക്കുമ്പോൾ നിങ്ങളത് അറിയും. ഈ ദുനിയാവിന് അല്ലാഹ് ഒരു പ്രാധാന്യവും കൊടുത്തിട്ടില്ല. ഒരാളുടെ കയ്യിൽ കുറേ മുതലുണ്ട്, അള്ളാഹിന്റെ അടുക്കൽ അവന് വലിയ സ്ഥാനക്കാരനല്ല. ഒരാളുടെ കയ്യിൽ ഒന്നുമില്ല, റബ്ബിന് അവൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ല അല്ലേ? ഈ ദുനിയാവിലെ സ്വത്തോ, ഈ ദുനിയാവിലെ പണമോ, ഈ ദുനിയാവിലെ സൗകര്യമോ പടച്ച റബ്ബിൻ്റെ അടുക്കൽ ഒരാളെയും വേർതിരിക്കുന്നില്ല. മറിച്ചോ, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങൾ പടച്ചോനെ പേടിച്ച് ജീവിക്കുന്നവനാ അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനം. ഈ ദുനിയാവ് ഒന്നുമില്ല സഹോദരങ്ങളെ. ഈ ദുനിയാവിന് എന്തെങ്കിലും ഒരു വില അള്ളാഹ് കൊടുത്തിരുന്നുവെങ്കിൽ, ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ അത്ര വില കൊടുത്തിരുന്നുവെങ്കിൽ, കാഫിര്യങ്ങൾക്ക് ഒരിറക്ക് വെള്ളം അള്ളാഹ് കൊടുക്കൂലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ലേ അത് അല്ലേ? ശുർബത്തമാ, കുടിക്കാൻ ഒരിറക്ക്, 1 ഔൺസ് വെള്ളം അള്ളാഹ് കൊടുക്കൂല കാഫിര്യങ്ങൾക്ക്. എന്താ പിന്നെ കൊടുക്കുന്നതും സുഖിക്കുന്നതുമൊക്കെ? ഈ ദുനിയാവിന് ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ അത്ര സ്ഥാനമില്ല. പക്ഷെ നമ്മൾക്ക് വേവലാതിയ, നമ്മൾ ചെയ്യും, നോക്കും അല്ലേ? സൗകര്യങ്ങൾ നോക്കുമ്പോൾ എന്താ നിങ്ങൾക്ക് മാത്രം ഇത് പാടില്ലാത്തത്, അവർക്കൊക്കെ ഇത് ചെയ്യാലോ
അങ്ങനെയല്ല നോക്കരുത് എന്ന് പറയുമ്പോൾ നോക്കരുത്. ദീനിൻ്റെ വിഷയത്തിൽ നിങ്ങൾ നോക്കണം എങ്ങോട്ടേക്ക്? നിങ്ങളെക്കാൾ മുകളിലുള്ളവരിലേക്ക്. ദീനിൻ്റെ വിഷയത്തിൽ താഴേക്കുള്ളവരിലേക്ക് നോക്കരുത്. നമ്മൾ നേരെ ഓപ്പോസിറ്റാ. ദീനിൻ്റെ വിഷയത്തിൽ താഴേക്കുള്ളവരിലേക്കാണ് നമ്മൾ നോക്കുക അല്ലേ? അൽഹംദുലില്ലാ, ഞാൻ കുറച്ചൊക്കെ കൂടുതലാണ്, എനിക്കെന്നെ അഭിപ്രായമുണ്ട് ഞാൻ കുറച്ച് കൂടുതലാണ്. കാരണം അവൻ ഇത്രയിൽ ഇതിൻ്റെ പകുതിയും ഇല്ല. നമ്മളെ മനസ്സിലങ്ങനെയാണ് ധരിക്കുന്നത് അല്ലേ? അവൻ നിസ്കാരം തന്നെ ഇല്ല, ഞാൻ ഇത്രയെങ്കിലും ഉണ്ടല്ലോ അല്ലേ? അവൻ വെള്ളിയാഴ്ചയും കൂടി പള്ളിയിൽ പോകാത്തവനാ, ഞാൻ അങ്ങനെയല്ലല്ലോ. ഇതാ നമ്മൾ ചിന്തിക്കുന്നത്. സക്കാത്ത് കൊടുക്കാത്തവരും സ്വതക്ക നൽകാത്തവരും ഒക്കെ ഇതാ. പക്ഷെ ദീനിൻ്റെ രംഗത്ത് നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. നമ്മൾ ചിന്തിക്കണം, നാഥാ അവർക്കൊക്കെ അങ്ങനെയൊക്കെ കഴിയുന്നുണ്ടല്ലോ, എന്നേക്കാളൊക്കെ നമ്മൾക്ക് പലപ്പോഴും ദീനുമായി ബന്ധപ്പെടാനുള്ള താല്പര്യക്കുറവ്, നമ്മൾക്ക് അഭിമാനക്കുറവ് പോലെ നമ്മൾ പഠിച്ച കോഴ്സുകളും ഡിഗ്രികളുമൊക്കെയാണ്. ഇതൊക്കെ പഠിച്ചവർ റബ്ബേ എന്നേക്കാൾ നന്നായി ഇസ്ലാമിനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ. എൻ്റെ ബുദ്ധി കൊണ്ട് അത് ഉപയോഗിച്ച് പഠിക്കാൻ എനിക്ക് കഴിയാത്തത് എനിക്ക് സാധിക്കുന്നില്ലല്ലോ എന്ന ചിന്തക്ക് പകരം നമ്മളെന്താ ചെയ്യുക? ആരെങ്കിലും നന്നായി നടക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട്, ഈ താടിയൊന്നും വേണ്ടട്ടോ, നീ പ്രായമുള്ള ഒരാളെ പോലെ നിന്നെ തോന്നുന്നുണ്ട്, ഇത്രയൊന്നും വേണ്ടട്ടോ, നിന്റെ വസ്ത്രം ഇങ്ങനെയൊന്നും വേണ്ട, സ്കാരൊക്കെ നിനക്ക് കുറച്ച് കൂടുതലാണ്, ഇങ്ങനെയൊന്നുമില്ല. അതൊക്കെ ആളുകൾ പണ്ഡിതന്മാർ വെറുതെ അവരുടെ താല്പര്യത്തിന് വേണ്ടി, സംഘടനക്കാർ അവരുടെ താല്പര്യത്തിന് വേണ്ടി പഠിപ്പിക്കുക. ഇതൊക്കെ അങ്ങനെയൊന്നും വേണ്ട അല്ലേ? ഈ രീതിയിൽ ചിന്തിപ്പിക്കുന്ന ആളുകളുണ്ട്. ശത്രുക്കളാണ് അവർ ഇസ്ലാമിൻ്റെ. പക്ഷേ പ്രിയപ്പെട്ടവരെ, ദുനിയാവിൻ്റെ വിഷയത്തിൽ നമ്മൾ താഴേക്ക് നോക്കുക, ദീനിൻ്റെ വിഷയത്തിൽ മുകളിലേക്ക് നോക്കുക, എങ്കിലേ അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ നാം പറഞ്ഞു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നത്, ആർത്തി തീരാത്ത ഈ മനസ്സ്, എനിക്ക് ആ മനസ്സിൽ നിന്ന് നാഥ നീ രക്ഷിക്കണേ, അള്ളാഹു ഞാൻ നിൻ്റെ രക്ഷ തേടുന്നു എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, മനുഷ്യൻ്റെ വായ മണ്ണല്ലാതെ നിറക്കൂല. മനുഷ്യൻ്റെ വായ മണ്ണല്ലാതെ നിറക്കൂല. മരിച്ചാലും അവന് പണം വേണം അല്ലേ? മരിക്കുമ്പോഴേ അവൻ്റെ പൂതി തീരൂ. അത്ര പേരും ആഗ്രഹം കൊണ്ടാണ് ഓരോരുത്തർ നടക്കുന്നത്. എത്ര കിട്ടിയാലും സമാധാനമില്ല, എത്ര കിട്ടിയാലും മതിയാകുന്നില്ല, ഒരു ഉപകാരം അവനെ കൊണ്ട് ആളുകൾക്ക് ലഭിക്കുന്നുമില്ല, മനസ്സിന് സ്വസ്ഥതയുമില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലൈസൽ ഗിന ബികസറത്തിൽ മാൽ വലാകിന്നൽ ഗിന ഗിനൻ നഫ്സ്. സമ്പത്തിൻ്റെ ആധിക്യത്തിലല്ല മനുഷ്യരെ ഐശ്വര്യം, മറിച്ചോ മനസ്സിൻ്റെ തൃപ്തിയിലെ ഐശ്വര്യം. കുറേ പണം ഉണ്ടായിട്ട് അവന് സമാധാനം ലഭിക്കുമോ? നാട്ടിൽ എത്ര മുതലാളിമാരുണ്ട്, കോടിക്കണക്കിന് രൂപയുള്ള ആളുകളൊക്കെ, കോടിക്കണക്കിന് സ്വത്തുക്കളുള്ള ആളുകളൊക്കെ, എല്ലാ മുതലൊക്കെയുള്ള ആളുകളൊക്കെ ഉറങ്ങാൻ വേണ്ടി ഉറക്കി ഗുളിക കഴിച്ചിട്ട് എത്ര ആളുകൾ അങ്ങനെ ഉറങ്ങുന്നു അല്ലേ? എത്ര മുതലുള്ള ആളുകൾ, എത്രമാത്രം പണവും സ്വത്തുമൊക്കെ ഉള്ള ആളുകൾ, ആ പണം കൊണ്ട് അവരുടെ കുടുംബജീവിതത്തെ സ്വസ്ഥതയില്ലാതെ വേർപിരിയുന്നു അല്ലേ? എന്തേ? പണം അവിടെ എന്തെങ്കിലും നന്മ ചെയ്തോ? പണവും അതും തമ്മിൽ ബന്ധപ്പെട്ടോ? ഇല്ല. നമ്മുടെ മനസ്സിൻ്റെ സമാധാനം കുറേ പണം കിട്ടുമ്പോൾ എന്നുള്ളത് പരസ്യ കമ്പനിക്കാർ നമ്മൾ അടിച്ചേൽപ്പിച്ചതാണത്. കുറേ ദുനിയാവിൻ്റെ മുതലുണ്ടാകുമ്പോൾ സമാധാനം കിട്ടുമെന്നുള്ളത് ആരൊക്കെയോ നമ്മുടെ തലച്ചോറിൽ കയറ്റി വെച്ചതാണത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മനസ്സിൻ്റെ ധന്യതയാണ് ധന്യത. എത്ര അഥവാ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. എനിക്ക് അള്ളാഹ് കണക്കാക്കിയത് ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ ജീവിക്കേണ്ടത് ഇങ്ങനെയാണ്, അള്ളാഹ് എനിക്ക് തന്നതിതാ. ഇത് ശാശ്വതമായ ജീവിതമല്ല, ഇത് നശിച്ചു പോകും. ശാശ്വത ജീവിതം എനിക്ക് പരലോകത്താ, സ്വർഗത്തിലാണ് എൻ്റെ പിതാവ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം, അവിടുന്നാണ് ഭൂമിയിലേക്ക് വന്നത്. എൻ്റെ തറവാട്, ഞാൻ ആദ്യമുണ്ടായത് സ്വർഗത്തിലാണ്, ആ സ്വർഗത്തിലേക്കാണ് ഇനി എനിക്ക് പോകാനുള്ളത് എന്ന ചിന്തയുണ്ടാകുമ്പോൾ ദുനിയാവിനെക്കുറിച്ച് ടെൻഷൻ ഉണ്ടാകൂല. നമ്മൾക്കോ ദുനിയാവിലും കിട്ടൂല, ചിലപ്പം പരലോകത്തും കിട്ടൂല അല്ലേ? ആഖിറത്തിലേക്ക് വേണ്ടി സമ്പാദിക്കാൻ തയ്യാറാകണം സഹോദരങ്ങളെ. നമ്മൾ മരണത്തിൻ്റെ മുമ്പ് തൗബയിലൂടെ ചെയ്ത തെറ്റുകൾ ഏറ്റുപറയുക, അവസാനം നന്നാകുക. ഏത് സമയത്ത് അന്ത്യമെന്നറിഞ്ഞൂടാ, അതിനു മുമ്പ് തന്നെ നന്നാകാൻ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നാലാമതായിട്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ തേടുകയാണ്, വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബ്. അല്ലാഹുവേ, ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. ഉത്തരം കിട്ടാത്ത പ്രാർത്ഥന, ഒരുപാട് പ്രാർത്ഥിക്കുന്നു അള്ളാഹിനോട് നമ്മളൊക്കെ. നമ്മുടെ ജീവിതത്തിൽ തന്നെ എത്രയോ അനുഭവങ്ങൾ നമ്മൾക്കുണ്ടാകാറുണ്ട്. അള്ളാഹിനോട് എത്രമാത്രം നമ്മൾ ദുആ ചെയ്യുന്നു, ഒരു പ്രാർത്ഥനയ്ക്കും അള്ളാഹ് ഉത്തരം തരുന്നില്ല.
കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നു, കരഞ്ഞു പ്രാർത്ഥിക്കുന്നു, ഒഴിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുന്നു, ഒക്കെ ചെയ്യുന്നു. എന്തുമാത്രം ഗുരുതരമായൊരവസ്ഥയാണിത്. അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു, ഒരു പ്രാർത്ഥനയ്ക്കും അള്ളാഹ് പരിഗണന നൽകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുടുംബബന്ധം മുറിക്കാത്ത, ഹറാമ് ചോദിക്കാത്ത ഒരു മനുഷ്യൻ അള്ളാഹിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ 3 രീതിയിൽ അവൻ ഉത്തരം കൊടുക്കും. ഒന്നുകിൽ ചോദിച്ചത് ആ സമയത്ത് കൊടുക്കും, അല്ലെങ്കിൽ ഒരു മുസീബത്ത് ദുരന്തം മാറ്റിക്കൊടുക്കും, അതല്ലെങ്കിൽ പരലോകത്തെ ആ ഒരു പ്രാർത്ഥന ഇബാദത്തായി മാറുകയാണ്. പ്രാർത്ഥന ഇബാദത്താണല്ലോ, അത് പർവ്വതക്കണക്കെ നന്മയായി മാറി പരലോകത്തവന് ഖൈർ ലഭിക്കും. ഇതൊക്കെ അറിയുന്നു നമ്മൾ പ്രാർത്ഥിക്കുന്നു, ഒരു ഫലവും നമ്മുടെ ജീവിതത്തിൽ കാണുന്നില്ല എങ്കിൽ അവൻ ചിന്തിക്കണം, എൻ്റെ പ്രാർത്ഥനയിൽ എന്തൊക്കെയോ കുഴപ്പമുണ്ടോ, എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ കുഴപ്പമുണ്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു മനുഷ്യൻ്റെ ഉദാഹരണം പറയാം. അല്ലാഹു തആല എല്ലാ നിലക്കും നല്ല കാര്യങ്ങളെ സ്വീകരിക്കൂ, അതാണ് അമ്പിയാക്കളോട് കൽപ്പിച്ചത്. അമ്പിയാക്കളോട് കൽപ്പിച്ചതാണ് നമ്മളോടും കൽപ്പിച്ചത്. എന്താണ്? നല്ലത് തിന്നണം, നല്ലത് പ്രവർത്തിക്കണം. എന്നിട്ട് പറയുന്നു, യുതീലു സഫർ അശ്അസ് അഗ്ബർ യമുദ്ദു യദൈഹി ഇലസ് സമാഇ യാ റബ്ബി യാ റബ്ബി മത്അമുഹു ഹറാം വമശ്റബുഹു ഹറാം വമൽബസുഹു ഹറാം വഉദിയ ബിൽ ഹറാമി ഫഅന്നാ യുസ്തജാബു ലിദാലിക്. ഒരു മനുഷ്യൻ ദീർഘമായ യാത്രക്കാരനാണ്. യാത്രയുടെ ദൈർഘ്യം പറയാം. എന്തിനാണത് പറയുന്നത്? ആ ഒരൊറ്റ ഗുണം മതി, യാത്രക്കാരൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും, അല്ലേ? ആ ഗുണം ഒരു മനുഷ്യനിലുണ്ട്. രണ്ടാമത്തൊരു ഗുണം അശ്അസ് അഗ്ബർ, ജടകുത്തിയവനാണ്, പൊടിപുരണ്ടവനാണ്. അഥവാ അറഫയിൽ നിൽക്കുന്ന ഹാജിമാരെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ജാഊനി ശുഅസൻ ഉബറ എന്ന ഹദീസുകളിൽ കാണാം, അള്ളാഹ് ആകാശലോകത്ത് വെച്ച് മലക്കുകളോട് പറയും, ഇതാ എൻ്റെ അടിമകൾ വന്നിരിക്കുന്നു, ശുഅസൻ ഉബറ, പൊടിപുരണ്ട് ജടകുത്തിയ നിലക്ക്, ഇന്ന് എന്ത് ചോദിച്ചാലും കൊടുക്കും. അറഫയിൽ നിൽക്കുന്ന ഒരു ഹാജിയോടാണ് ഈ മനുഷ്യനെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരിച്ചത്. യാത്രക്കാരനെ പോലെ, അറഫയിൽ നിൽക്കുന്ന ഹാജിയെപ്പോലെ. മൂന്നാമത്തെ ഗുണം കൂടിയുണ്ട്, യമുദ്ദു യദൈഹി, അവൻ്റെ ഇരു കരങ്ങളും റബ്ബിലേക്ക് ഉയർത്തുകയാണ് അവൻ. എന്തേ? കൈ ഉയർത്തിയാൽ, മറ്റൊരു ഹദീസിൽ വന്നതല്ലേ, നിങ്ങളുടെ റബ്ബ് അത്യുദാരനാണ്, ലജ്ജിക്കുന്നവനാണ്. ആരെങ്കിലും റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചാൽ ഒരു ഉത്തരവും കൊടുക്കാതെ വട്ടപൂജ്യമായിട്ട് ആ കയ്യെ തിരിച്ചയക്കുന്നതിൽ അള്ളാഹ്ക്ക് ലജ്ജയുണ്ട്. ഈ 3 ഗുണങ്ങളും ഒരു മനുഷ്യനിലുണ്ട്. എന്നിട്ട് പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടുന്നില്ല. ഇതിലേതെങ്കിലും ഒരു ഗുണമുണ്ടായാൽ തന്നെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടേണ്ടതാണ്. 3 എണ്ണം ഉണ്ടായിട്ടും എന്താ സഹോദരി സഹോദര ഉത്തരം ലഭിക്കാത്തത്? നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മളാ ശ്രദ്ധിക്കേണ്ടത്, അല്ലേ? കാരണം പറയുന്നു, മത്അമുഹു ഹറാം, കഴിക്കുന്നത് ഹറാമാണ്, വമശ്റബുഹു ഹറാം, കുടിക്കുന്നതും ഹറാമാണ്, വമൽബസുഹു ഹറാം, ധരിച്ചതും ഹറാമാണ്, വഉദിയ ബിൽ ഹറാം, ഹറാമിൽ ഊട്ടപ്പെട്ട് കഴിഞ്ഞു, ഹറാമിൽ മുങ്ങിക്കഴിഞ്ഞു ആ മനുഷ്യൻ. എന്ത് ചെയ്താലും, ഏത് ജോലിയും സ്വന്തം മനസ്സിനോട് ചോദിച്ചോ, ഹലാലായതാണോ ഈ ചെയ്തുകൊണ്ട് കിട്ടിയത്, അല്ല ഹറാമായതാണോ? തിന്നുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, ധരിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണം. നമ്മുടെ കടങ്ങൾ കാരണത്താലോ ദാരിദ്ര്യം കാരണത്താലോ എന്തും നമ്മൾക്ക് ഏത് ജോലിയും ചെയ്യാം, ഏത് നിലക്കും പണം ഉണ്ടാക്കാം എന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹ് നമ്മുടെ ഒരു പ്രാർത്ഥനയും കേൾക്കൂല. നമ്മളും നമ്മുടെ കുടുംബവും തിന്നുന്നത് മുഴുവനും ഹറാമാണ്, അല്ലേ? സ്വഹാബത്ത് എത്ര സൂക്ഷിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു എപ്പോൾ ഭക്ഷണം കിട്ടിയാലും, അദ്ദേഹത്തിൻ്റെ ഭൃത്യം ഭക്ഷണം കൊണ്ടുപോയി കൊടുത്താലും ചോദിക്കും, ഇത് എവിടുന്നാണ് കിട്ടിയത്, അറിഞ്ഞിട്ടേ അവർ കഴിക്കൂ. ഒരിക്കലും ചോദിക്കാൻ മറന്നുപോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ഭക്ഷണം കഴിച്ചു, ഭക്ഷണം അങ്ങ് ഇറക്കിപ്പോയി. അപ്പോഴാണ് ചോദിക്കുന്നത്, ഇത് എവിടുന്നാണ് കിട്ടിയത്? എന്താ ഖാദിം പറഞ്ഞത്? ഭൃത്യം പറയാം, ഖദ് തകഹൻതു, ഞാൻ മുമ്പൊരു ജോത്സ്യപ്പണി നടത്തിയിരുന്നു, അപ്പോൾ അത് പറഞ്ഞത് ഫലം ചെയ്തു, അവർ സമ്മാനമായിട്ട് തന്നതാണ് ഈ പണം. തൻ്റെ വായിലേക്ക് കൈയിട്ട് ഛർദ്ദിച്ച് കളയാണ് പുറത്തേക്ക്, അല്ലേ? അതറിഞ്ഞപ്പോൾ. നമ്മളോ തിന്നതും ഇപ്പോൾ തിന്നുകൊണ്ടിരിക്കുന്നതും നാളെ തിന്നാൻ വിചാരിക്കുന്നതും പലപ്പോഴും ഹലാലിനേക്കാളേറെ ഹറാമിന് വേണ്ടിയാണ്. ആർക്ക് വേണ്ടി? കഫീല് പറഞ്ഞിട്ട് വേണ്ടിയാണോ? മലയാളിയായ മുതലാളി പറഞ്ഞിട്ടാണോ? അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മുതലാളി പറഞ്ഞിട്ടാണോ? തൻ്റെ തൊഴിലാളിയെ കൊണ്ട് എന്തിന് ഹറാമ് ചെയ്യിപ്പിച്ച് ആ മുതൽ ഞാൻ തിന്നുന്നതിൻ്റെ കച്ചവടത്തിൽ ലാഭമുണ്ടാക്കാൻ? ആർക്ക് വേണ്ടി? ഈ മുതൽ നിനക്കുള്ളതല്ല, നിനക്ക് തിന്നാൻ കഴിയില്ല, കുടിക്കാൻ കഴിയൂല. നിൻ്റെ ജീവിതത്തിൽ അള്ളാഹ് എഴുതി വെക്കാത്തതാണ് ഈ മുതൽ. അതുകൊണ്ട് അതെവിടേക്കെങ്കിലും പോകും.
നാളെയുടെ ലോകത്ത് അള്ളാഹുവിൻ്റെ നരകം. ദുനിയാവിൽ നിനക്കോ നിൻ്റെ മക്കൾക്കോ മാതാപിതാക്കൾക്കോ എന്ത് ബാധിച്ചാലും നീ അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ നിനക്ക് ഉത്തരം കിട്ടൂല. കാരണം നീ ഹറാമ് തിന്നുന്നവനാ, ഹറാമ് സമ്പാദിക്കുന്നവനാ. അല്ലേ? യുദ്ധത്തിൽ മരിച്ചപ്പോൾ ഒരു സഹാബി, ഒരു വ്യക്തി മരിച്ചപ്പോൾ അദ്ദേഹം സ്വർഗത്തിലാണ് എന്ന് പറയുന്നു. റസൂലുള്ളാഹി പറയാണ്, സ്വർഗത്തിലോ? ഒരു പുതപ്പിൻ്റെ കഷ്ണം കൊണ്ട് അദ്ദേഹം നരകത്തിലായിട്ടുണ്ട്. അന്യായമായി മോഷ്ടിച്ചെടുത്തതാ. എന്നിട്ട് പറയുന്നു, ആരെങ്കിലും അന്യായമായിട്ട് ആരാൻ്റെ മുതൽ, അത് വെറും പണമല്ലട്ടോ, അതെന്താണെങ്കിലും ഏത് സ്ഥലത്തും ജോലി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ആ മനുഷ്യൻ എന്ത് ചെയ്താലോ അല്ലാഹു തആല ആ മനുഷ്യർക്ക് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗം ഹറാമാക്കി കഴിഞ്ഞു. സഹാബത്ത് ചോദിച്ചു, റസൂലേ, ഒരു ചെറിയ കാര്യത്തിൽ പോലും ഇങ്ങനെയുണ്ടോ? അഥവാ ഒരു പേപ്പർ കഷ്ണം അന്യായമായി മോഷ്ടിച്ചെടുത്താലും ഇതിന് കുറ്റമുണ്ടോ? വ ഇൻ കാന ഷൈഅൻ യസീറ, അവിടെ എന്താ പറഞ്ഞത്? അതെ, അതിനുമുണ്ട്. ഒരു അറാഖിൻ്റെ ഖലീബം മിൻ അറാഖ്, ഒരു അറാഖിൻ്റെ കൊള്ളിക്കഷ്ണത്തിൻ്റെ പേരിലും, ഒരു സുർമക്കോലിൻ്റെ വലുപ്പത്തിലത്ര ഒരു പേപ്പർ കഷ്ണത്തിൻ്റെ പേരിലും സ്വർഗം നഷ്ടപ്പെട്ടു പോകും അന്യായമായിട്ട് എടുക്കുമ്പോൾ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, ഏത് സമയത്തും ശ്രദ്ധിക്കണം. അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടൂല. അതിലും വലിയ ഗൗരവമുള്ള അവസ്ഥ എന്താ? റബ്ബിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു, കുടുങ്ങിപ്പോയ ഘട്ടത്തിൽ പ്രാർത്ഥിക്കുന്നു, പക്ഷേ തിന്നത് ഹറാമും കുടിച്ചത് ഹറാമും ധരിക്കുന്നത് ഹറാമും മക്കൾക്കും ഭാര്യയ്ക്കും മാതാപിതാക്കൾക്കും നാട്ടിലേക്ക് അയക്കുന്നതും ഇവിടെ വെച്ച് കൊടുക്കുന്നതും ഒക്കെ ഹറാമാണെങ്കിൽ എന്ത് പ്രാർത്ഥനയാണ് അള്ളാഹ് സ്വീകരിക്കുക? അതുകൊണ്ടാണ് നമ്മൾ വീടുണ്ടാക്കുന്നത്. ആ വീട്ടിൽ വെച്ച് സുജൂദ് ചെയ്താൽ അള്ളാഹ് സ്വീകരിക്കുമോ? ആ ഹറാമിൻ്റെ മുതൽ കൊണ്ടാണ് നമ്മൾ വാഹനം മേടിക്കുന്നത്. അത് ആ വാഹനത്തിൽ യാത്ര ചെയ്യുന്നത് അള്ളാഹ്ക്ക് പൊരുത്തമുണ്ടോ? അല്ലേ? ഇതാരുടെയൊക്കെ ഹക്കല്ലേ ഇത്? ഏതൊക്കെയോ തൊഴിലാളിയുടെ വിയർപ്പാണിത്, ഏതൊക്കെയോ മുതലാളിയെ പറ്റിച്ചതാണിത്. ഈ വാഹനം അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത വാഹനമാണ്. ഈ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ മനസ്സിൽ കുറ്റബോധമില്ലേ? ഈ വാഹനം എൻ്റെതല്ലല്ലോ, ഇന്നയാളുടെ പണത്തിൽ ഞാൻ മോഷ്ടിച്ചതാണ്, അല്ലെങ്കിൽ ഇന്നയാളുടെ പണം ഞാൻ നീക്കിയതാണ്, ചിന്തയില്ലേ? അല്ലേ? സഹോദരങ്ങളെ, ആ നിലക്കാണ് നമ്മൾ ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. ഏത് സമയത്തും പ്രാർത്ഥിക്കുന്ന ഘട്ടങ്ങളിൽ നമ്മൾക്കൊരു മനസ്സിന് ഒരു ഇഖ്ലാസ് കിട്ടണമെങ്കിൽ ഈ ഒരു ഭാഗം നമ്മൾ ക്ലിയറാക്കണം. നമ്മുടെ മനസ്സ് എപ്പോഴും ദാരിദ്ര്യം മാത്രമേ ചിന്തയുള്ളൂ, പണം ഉണ്ടാക്കണം അതേ ചിന്തയുള്ളൂ. അതുകൊണ്ടാണ് ഈ കാര്യത്തിനൊന്നും നമ്മൾ വില നൽകാത്തത്. നേരെ മറിച്ചോ, ദാരിദ്ര്യത്തിൽ കിടക്കുമ്പോഴും എല്ലാം ഹലാലാണ് എൻ്റെ ജീവിതത്തിലെങ്കിൽ ഇവൻ ആരെ പേടിക്കാനാ? അള്ളാഹുവിൻ്റെ മുമ്പിൽ എന്ത് ചോദിക്കുമ്പോഴും നിഷ്കളങ്കമായി അവൻ ചോദിക്കുമ്പോൾ അള്ളാഹ് മനുഷ്യന് ഉത്തരം കൊടുക്കൂലേ? കാരണം അള്ളാഹ് പറഞ്ഞത് ഉദ്ഉനി അസ്തജിബ് ലക്കും, ദുആ ചെയ്തോ ഉത്തരം തരാം. പക്ഷെ ആരാണ് തടയപ്പെടുന്നത്? ഇതുപോലെ ഹറാം തിന്നുന്ന, കുടിക്കുന്ന, ധരിക്കുന്ന, ഹറാമിൽ മുഴുകപ്പെട്ട മനുഷ്യൻ തടയപ്പെടുന്നു. സഹോദരങ്ങളെ, അതുകൊണ്ട് നാലും നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അവിടുന്ന് പ്രാർത്ഥിക്കുന്നത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫ, അല്ലാഹുവേ, ഉപകാരപ്പെടാത്ത അറിവിനെ തൊട്ട് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വഖൽബിൻ ലാ യഖ്ശ, ഭക്തിയില്ലാത്ത മനസ്സിനെ തൊട്ടും. വനഫ്സിൻ ലാ തശ്ബ, ആർത്തി തീരാത്ത മനസ്സ്. വദഅവത്തിൻ ലാ യുസ്തജാബ്, ഉത്തരം കിട്ടാത്ത പ്രാർത്ഥന. നമ്മളും പ്രാർത്ഥിക്കണം. രണ്ടാമത് കേൾപ്പിച്ചത് അർത്ഥം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ, നാഥ, ഉപകാരപ്പെടുന്ന അറിവ് ഞാൻ നിന്നോട് ചോദിക്കുന്നു. നേരത്തെ പഠിപ്പിച്ചതോ ഉപകാരപ്പെടാത്ത അറിവിനെ തൊട്ട് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. ഇത് ഉപകാരപ്പെടുന്ന അറിവ് ഞാൻ നിന്നോട് ചോദിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ, നല്ല റിസ്ക്, നല്ല റിസ്ക്കാണ് ഞാൻ ചോദിക്കുന്നത്. വഅമലൻ മുതഖബ്ബല, നീ സ്വീകരിക്കുന്ന അമൽ, അമൽ ചെയ്യലല്ല, നീ സ്വീകരിക്കുന്ന അമൽ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പഠിക്കുക, പ്രാവർത്തികമാക്കുക, പ്രാർത്ഥിക്കുക. അർഹമുറാഹിമീനായ നാഥൻ നമ്മൾ പഠിക്കുന്നതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും നമ്മളിൽ സംഭവിക്കുന്ന വീഴ്ചകൾ ഗഫൂറായ റഹീമായ നാഥൻ നമ്മൾക്ക് പൊറുക്കുമാറാകട്ടെ. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവെ, രോഗങ്ങളിൽ നിന്ന്, കടങ്ങളിൽ നിന്ന്, മറ്റു പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെയും സർവ്വ മുസ്ലിമീങ്ങളെയും നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. ദുനിയാവിൻ്റെ പ്രയാസങ്ങളും ഖബറിൻ്റെ പ്രയാസങ്ങളും
നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്നും നീ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും കാത്തു രക്ഷിക്കണം റഹ്മാനെ. നാളെ പാരത്രിക ലോകത്ത് വെച്ച് ജനങ്ങൾക്ക് മുമ്പിൽ നീ ഞങ്ങളെ വഷളാക്കരുത് റഹ്മാനെ. നിന്നെ കാണാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവേ, അമ്പിയാക്കളോടൊപ്പം ശുഹദാക്കളോടൊപ്പം സാലിഹീങ്ങളോടൊപ്പം ഔലിയാക്കളോടൊപ്പം നിൻ്റെ ഫിർദൗസിൽ ഞങ്ങൾക്കും ഒരിടം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. തവഫനാ മുസ്ലിമീന വഅൽഹിഖനാ ബിസ്സാലിഹീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته. സഹോദരങ്ങളെ,